നമസ്കാരം. നമസ്കാരം. വളരെയേറെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി എല്ലാവരെയും ഇന്നത്തെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വന്നു ചേർന്ന ഓരോരുത്തർക്കും ഒത്തിരി സ്നേഹം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഗ്ലോബൽ ഇക്കോ ഹ്യൂമൻ ഹെൽത്ത് മൂവ്മെന്റിന് ലൈവ് ക്ലാസ് എടുക്കാൻ വിശിഷ്ട അതിഥിയെ വന്നിരിക്കുന്നത് സുദർശനൻ സാറാണ്. വിശിഷ്ട ശ്രോതാക്കളായി എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളെല്ലാം ഭാഗ്യശാലികളാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നാം അറിയേണ്ട ചില കാര്യങ്ങളെ തിരിച്ചറിയാനും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു പടി എങ്കിലും വെക്കാനുള്ള ഒരു ഉണർവിലേക്ക് നമുക്ക് എത്താം. ഇന്നത്തെ ക്ലാസ്സിന്റെ വിഷയം എന്ന് പറയുന്നത് തന്നെ ഫുഡ് വെപ്പൺ എന്ന് പറയുന്ന ആശയമാണ്. ഫുഡ് വെപ്പൺ നിങ്ങൾക്ക് വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ ഭക്ഷണ ആയുധം എന്ന് തോന്നും, എന്ന് മനസ്സിലാക്കും. നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഭക്ഷണം തന്നെയാണ് ആയുധം, നമ്മുടെ രോഗങ്ങളെല്ലാം തന്നെ നീക്കാനും രോഗിയാവാതിരിക്കാനും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ദേശത്തിനെയോ ഒരു ഒരു ജനക്കൂട്ടത്തെ തന്നെ, ഒരു ജനറേഷനെ തന്നെ ഇല്ലായ്മ ചെയ്യാനും കഴിവുള്ളത് ഇതേ ഭക്ഷണത്തിനാണ്. ഈ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഫേസുകളെ ആണ് നമ്മൾ ഇന്ന് തിരിച്ചറിയാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ് ഇന്ന് നമുക്ക് നയിച്ചു തരാൻ പോണത് സുദർശനൻ സാറാണ്. ദയാൽ സാറിന്റെ വളരെ അരുമ ശിഷ്യന്മാരാണ് ഞങ്ങള് എല്ലാവരും തന്നെ. ഗുരുസ്ഥാനീയനായിട്ട് വന്നിരിക്കുന്ന ദയാൽ സാറാണ്. നിങ്ങൾക്ക് ദയാൽ സാറിനെ അറിയത്തില്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റിയിൽ ഓർഗാനിക് ഫാമിംഗ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റും ആനന്ദകല ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന കോഴ്സിന്റെയും ഡയറക്ടറാണ് ദയാൽ സാർ. അദ്ദേഹത്തിന്റെ ബേസിക് എന്ന് പറഞ്ഞാല് MCOMകാരനായി ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന വലിയ മുതലാളിയായിരുന്നു ആലപ്പുഴ ജില്ലയിൽ. അതെല്ലാം വെടിഞ്ഞുകൊണ്ട് ആരോഗ്യം എന്ന മേഖലയിലേക്ക് കഴിഞ്ഞ 40 വർഷത്തിന് മുൻപ് ചുവടെടുത്ത് വെച്ച ആളാണ് ദയാൽ സാർ. അപ്പൊ 40 വർഷത്തിന്റെ പരിചയവും അനുഭവ സമ്പത്തുകളുമാണ് പിന്നീട് വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു കോഴ്സായി മാറുകയും വാനപ്രസ്ഥം കോഴ്സിലൂടെ നിരവധി വിദ്യാർത്ഥികൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും എമ്പാടും പഠിച്ച് അവരുടെ ആയുരാരോഗ്യ സൗഖ്യങ്ങളിലെ മികവുകൾ വരുത്തി പല രീതിയിലുള്ള ഓർഗനൈസേഷനുകളും കമ്പനികളും ഒക്കെ രജിസ്റ്റർ ചെയ്ത് നാച്ചുറലും ഓർഗാനിക്കുമായിട്ടുള്ള കൃഷി രീതിയിലൂടെ ഭക്ഷണ ഉൽപ്പന്നങ്ങൾ, പലതരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പലതരം കൂട്ടായ്മകളും പ്രവർത്തനങ്ങളും ഇവരുടെ നടക്കുന്നുണ്ട്. അപ്പം വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന മേഖലയിൽ നിൽക്കുന്നതാണ് ഈ ഗ്ലോബൽ ഇക്കോ ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറയുന്ന ലൈവ് സ്പോൺസർ ചെയ്തിരിക്കുന്ന വാനപ്രസ്ഥമാണ്. ഓരോരുത്തർക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഈശ്വര സങ്കല്പവും ഈശ്വര പ്രാർത്ഥനയും ചൊല്ലിയാണ് എല്ലാ തവണയും ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നത്. ആ രീതിയിൽ തന്നെ ഇന്നും ആരംഭിക്കുന്നു. ഈശ്വര സങ്കല്പവും ഈശ്വര പ്രാർത്ഥനയും രചിച്ചിരിക്കുന്നതും ദയാൽ സാർ തന്നെയാണ്. എല്ലാ ജാതി മത വിശ്വാസികൾക്കും, എല്ലാതരം രാഷ്ട്രീയത്തിലുള്ളവരും അല്ലാത്തവരും, എല്ലാ തരത്തിലും ഈശ്വരവിശ്വാസം ഉള്ളവരും നിരീശ്വരവാദികൾക്കും ആർക്കും സ്വന്തം ബോധത്തെ തിരിച്ചറിയാൻ, സ്വയം ഉള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് ഈ പ്രാർത്ഥന രചിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ പ്രാർത്ഥന എങ്ങനെയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാലയങ്ങളിലും നിങ്ങളുടെ കുടുംബ സംഘങ്ങളിലും എന്തെല്ലാം പ്രോഗ്രാമുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥനകൾ പഠിച്ച് നിങ്ങൾ അവിടെയും ചൊല്ലുക. ആ ഒരു സ്പേസിനെ, അവിടെ വന്നു ചേർന്നിരിക്കുന്ന വ്യക്തികളെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വര സങ്കല്പം. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ, സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് ഈശ്വരൻ. നാദമാണ് ഈശ്വരൻ, താളമാണ് ഈശ്വരൻ, നാദമാണ് താളമാണ് ജ്യോതിയാണ് ഈശ്വരൻ.
ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ. ജ്ഞാനമാണ്, ബോധമാണ്, ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ്, ജ്യോതിയാണ്, ജ്യോതിയാണ് ഈശ്വരൻ. ഇത് സങ്കല്പം. ഇനി ആ സങ്കല്പത്തിലെ ഈശ്വരനെ, നമ്മുടെ പരമാത്മാവിനെ പ്രീതിപ്പെടുത്താനായിട്ടുള്ള ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ട്. ഈശ്വര പ്രാർത്ഥന. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിയിടുന്നു. മണ്ണിലും പിന്നിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിയിടുന്നു. മണ്ണിലും പിന്നിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. നാദവും താളവും നീളവുമായി എന്നെ നേരായ പാതയിൽ ആക്കീണമേ. ജ്ഞാനവും ബോധവും എന്നിൽ ഉണരുവാൻ ആനന്ദമൂർത്തി കനിയണമേ. കാണാനും കേൾക്കാനും അറിയാനുമായി എന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നും എനിക്ക് കരുത്തേകണേ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നും എനിക്ക് തുണയാകണേ. എൻ കർമ്മങ്ങൾ ധർമ്മങ്ങളാകുവാൻ നന്മ വിതയ്ക്കുവാൻ തോന്നിടമേ. ഈ ധന്യഭൂമിയിൽ ഭൂജാതനായ എന്നെ ഞങ്ങൾ തീർക്കുവാൻ കനിയണമേ. ഭൂലോകമാകെ ഒരാഘോഷമാക്കുവാൻ പ്രതിനിധിയായി എന്നെ മാനിക്കണേ. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും പിന്നിലും ബ്രഹ്മാണ്ടത്തിലും ആ പ്രപഞ്ചമായി വാണിടുന്നു. സ്നേഹവും കരുണയും തന്നെയാണ് പരിവർത്തനപ്പെട്ടിട്ട് നാദവും താളവുമാകുക. നാദവും താളവുമാണ് പരിവർത്തനപ്പെട്ടിട്ട് ജ്ഞാനവും ബോധവുമാകുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ, ബോധം ഉദിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നാദവും താളവും ഉണ്ടാകണം. നാദവും താളവും എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ താളത്തിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിറയെ സ്നേഹവും കരുണ ഉണ്ടാകണം. സ്നേഹം കരുണ എന്തിനാന്ന് ചോദിച്ചാൽ ഇതിനാണ് അറിവ് വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലെ അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു മണിക്കൂറിൽ, ഈ ഒരു സെഷൻ നിങ്ങൾ എല്ലാവരും ഉപയോഗമാകട്ടെ എന്നൊരാശംസയോടെ നമ്മുടെ വിശിഷ്ട അതിഥി സുദർശനൻ സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. സാറാണ് ഇന്നത്തെ സാറിന് വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സുദർശൻ സാർ, പ്ലീസ്. നമസ്തേ. നമസ്തേ അർച്ചനാമ്മ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ സെഷൻ, ഫുഡ് വെപ്പൺ രണ്ടാമത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. ഞാനിത് എന്തിനാണ് ഈ ഫുഡ് വെപ്പൺ എന്നുള്ള ടോപ്പിക് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളറിയാതെ പലപ്പോഴും നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യരാശിയുടെ മുഴുവൻ ആരോഗ്യവും നശിപ്പിക്കാനുള്ള പല ഛിദ്രശക്തികളും നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഇവിടെ തന്നെയുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ആളുകളായിരിക്കാം,
എന്തായാലും ആ ഒരു ശരിക്കും ഈ ആളുകളുടെ ആരോഗ്യം മുഴുവൻ നശിപ്പിക്കണമെന്നുള്ള നല്ല ആഗ്രഹത്തോടു കൂടി തന്നെ പലരും പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം കുറെ കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പം അത് നമ്മുടെ കുറെ സംശയങ്ങളാണ്. അതിന് ഒരുപാട് പേര് പല സംഗതികളൊക്കെ നമ്മൾ പല ഭാഗത്തായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് നമ്മൾ നേരത്തെ നമ്മുടെ നിത്യസാധനയിൽ ഇതിനെക്കുറിച്ച് കുറെ ചർച്ചകളൊക്കെ നമ്മൾ നടത്തിയതാണ്. അതിൻ്റെ ഒരു രണ്ടാം ഭാഗം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിവിടെ ഇത്രയും ഈ ഫുഡ് വെപ്പൺ എന്നുള്ള സംഗതിയെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു പ്രദേശത്തെ മൊത്തം ആളുകളുടെ ആരോഗ്യം നശിപ്പിക്കണമെങ്കിൽ വളരെ ലളിതമായ ഒരു സൂത്രമുണ്ട്. എന്താണ് സൂത്രം? അവരുടെ ആരോഗ്യത്തിന് പാത്രീകരിച്ചിട്ടുള്ള എന്തൊക്കെ ഭക്ഷണങ്ങളാണോ ഇപ്പം നിലവിൽ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് അവരുടെ ആരോഗ്യം നിലനിർത്തുന്നത്. ഈ ആരോഗ്യ പരിപാലനത്തിന് മൊത്തം അങ്ങ് മാറ്റും. ഭക്ഷണത്തെ മൊത്തം അങ്ങ് മാറ്റിയാൽ മതി. റാഗിയോ അല്ലെങ്കിൽ ഈ നമ്മുടെ മുത്താറിയോ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അട്ടപ്പാടിയിലെ ജനത അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മില്ലറ്റ്സ് ആണ് അവരുടെ മെയിൻ ഭക്ഷണം. അവിടെ തോരയുണ്ട്, അമരയുണ്ട്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതും മില്ലറ്റ്സുകളും മാത്രമായിരുന്നു അവിടുത്തെ ആദിവാസികളുടെ ഭക്ഷണം. അതിന് മാറ്റിയിട്ട് റേഷൻ കടകളിലൂടെ അരിയും ഗോതമ്പൊക്കെ കൊടുത്ത് അതിനെയൊക്കെ ശീലിപ്പിച്ച് കമ്പൽസറി ആയിട്ട് ആ ലെവലിലേക്ക് പോയപ്പം അവരുടെ ആരോഗ്യം മൊത്തമായി ക്ഷയിച്ച് വല്ലാതെ വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ പുതിയ ജനറേഷൻ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞ ഉടനെയുള്ള കുഞ്ഞുങ്ങൾ പല ആളുകളും മാൾന്യൂട്രീഷനിലൂടെ കടന്നു പോവുകയും പലരും മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ആ ഒരു പ്രശ്നം ഇപ്പോഴും അത് ക്ലിയർ ആയിട്ടില്ല. പല പരിപാടികളും സർക്കാർ തലത്തിൽ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും പൂർണ്ണമായും ഫലപ്രദമായി എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ പഴയ മില്ലറ്റുകൾ തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ ഫുഡിൻ്റെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാനായിക്കൊണ്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ അവരുടെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് സത്യമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഒരു പ്രദേശത്തെ ജനങ്ങൾ സ്ഥിരമായിട്ട് പണ്ട് മുതൽ കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് ഇന്നും കഴിക്കുന്നതെങ്കിൽ അവരുടെ ആരോഗ്യത്തെ ഒരിക്കലും നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കില്ല. അതേസമയം ഇപ്പോൾ ആധുനികമായ ഭക്ഷണങ്ങൾ പലതും ഉണ്ടല്ലോ. അത്തരത്തിലുള്ള ഭക്ഷണങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്താൽ, താഴ്ത്തുകയോ ഉയർത്തുന്നൊക്കെ ചിലരൊക്കെ തോന്നുന്നത് ഞങ്ങളെന്തോ ഉയർന്നു പോയിട്ടുണ്ട് എന്നൊക്കെ തോന്നും. വെറും തോന്നലാണ്. അപ്പോൾ അവരുടെ ആരോഗ്യത്തിൻ്റെ ഗ്രാഫ് വളരെയധികം താഴ്ത്താൻ സാധിക്കും. അപ്പോൾ അവരുടെ സാമ്പത്തിക ശേഷി വളരെ കുറയ്ക്കാൻ പറ്റും. ആശുപത്രിയിലൊക്കെ ഒരുപാട് പ്രാവശ്യമോ പല പ്രാവശ്യമായിട്ട് പോയി കഴിയുമ്പോൾ അവരുടെ ആരോഗ്യനില, സാമ്പത്തിക ആരോഗ്യനില രണ്ടും അങ്ങ് തകരും. ഇതൊരു ടെക്നിക്കാണ്, ഒരു ജനതയെ മൊത്തം വീഴ്ത്താനുള്ള ഒരു ടെക്നിക്കാണ്. അത് പലരും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് ഇൻസിഡൻസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. നമുക്കറിയാം ഹിമോഫീലിയ എന്ന് പറഞ്ഞ രോഗം. ഹിമോഫീലിയ എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകുന്ന ഒരു രോഗമാണ്. പെട്ടെന്ന് കട്ട പിടിക്കില്ല. ആ രോഗത്തിനുള്ള മരുന്ന് ഡയസ്റ്റീൻ എന്ന മരുന്നാണ്. ഡയസ്കോറിയ എന്ന് വെച്ചാൽ കാച്ചിലാണ്. കാച്ചിലിൽ നിന്നാണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നത്. പ്രസവം കഴിഞ്ഞ സ്ത്രീക്ക് ബ്ലഡ് നിൽക്കണമെങ്കിൽ കാച്ചിൽ കഴിക്കണം എന്ന് പഴയ മുത്തശ്ശിമാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അവര് ഗർഭിണി ആവുന്ന ആ സമയത്ത് കാച്ചിലിൻ്റെ സമയമാണെങ്കിൽ കാച്ചിൽ എന്തായാലും കൊടുത്തിരിക്കും. അങ്ങനെ കുറച്ച് അല്പാൽപമെങ്കിലും കാച്ചിൽ കഴിച്ചു കഴിഞ്ഞാൽ ആ അമ്മ പ്രസവിക്കുന്ന സമയത്ത് ബ്ലഡ് നിൽക്കും. വലിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ല. ഇന്നത്തെ പഠിച്ച നമുക്കൊക്കെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള നമുക്കൊക്കെ ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ല. അന്നത്തെ വിദ്യാഭ്യാസങ്ങളൊന്നുമില്ലാത്ത മുത്തശ്ശി, പക്ഷെ മുത്തശ്ശിക്ക് വിവരം ഉണ്ടായിരുന്നു. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, എന്തില്ല? അതെ, അതില്ല. അതാണ് പ്രശ്നം. തിരിച്ചറിവ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് വളരെ കുറവാണ്. അതിന് നമ്മൾ കറക്റ്റാക്കി എടുക്കണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അതാണ് ഇപ്പോൾ പ്രധാനമായിട്ട് പറയേണ്ട ഒരു സാധനം. കൃഷിയുടെ പാറ്റേൺ മൊത്തം മാറി. ഞാൻ കഴിഞ്ഞ അതിൽ പറഞ്ഞിരുന്നു, ചുവന്ന അരി മാറ്റി വെളുത്ത അരിയിലേക്ക് വന്നു. വെളുത്ത അരിയിലാണ് ഏറ്റവും കൂടുതൽ ഗവേഷണം. എല്ലാ കമ്പനികളും
വെളുത്തരിയിൽ ഗവേഷണം ചെയ്യാൻ എത്ര കോടി രൂപ വേണമെങ്കിലും മാറ്റും. അത് കൊടുക്കും. ഒരു പ്രയാസമില്ലാതെ ആ എല്ലാ ഗവേഷണങ്ങളും നടത്തും. മില്ലറ്റ്സ് അതിൽ ഗവേഷണങ്ങളൊന്നുമില്ല, കണ്ടുമില്ല. ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ സാമ്പത്തികപരമായിട്ട് മെച്ചം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് മൾട്ടിനാഷണൽ കമ്പനികൾ അത് വീണ്ടും എടുത്ത് ഗവേഷണം നടത്തി എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഒപ്പിക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും അത് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും മില്ലറ്റ്സ് ആരും കഴിഞ്ഞ വർഷം മില്ലറ്റ് ഇയർ ആണല്ലോ, ഇന്റർനാഷണൽ മില്ലറ്റ് ഇയർ. ആ ഒരു തലത്തിൽ എല്ലാവരും കഴിച്ചു. ഇപ്പോഴും അത് കൊണ്ടാടുന്നുണ്ട്, മില്ലറ്റ്സ് കഴിക്കാൻ തുടങ്ങി. പക്ഷെ ഇതുവരെ മില്ലറ്റ്സ് ആരും കഴിച്ചില്ല. ചുവന്ന അരി ഇപ്പോഴും ഇല്ല, വെളുത്തരി തന്നെയാണ് പിന്നെ കഴിക്കുന്നത്. റാഗി മാത്രം നമ്മൾ നിർത്തിയിട്ടില്ല. കാരണം റാഗി കുഞ്ഞുനാളിൽ കുറുക്കുണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നു. ഇതൊക്കെ തന്നെയുള്ളൂ. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാടൻ നെല്ലുവിത്ത്, പഴയ കാലത്തുണ്ടായിരുന്ന നാടൻ പൂച്ചമ്പാനോ അല്ലെങ്കിൽ അതുപോലത്തെ അയ്യാറട്ട്, അങ്ങനെയുള്ള പഴയ വിത്തുകൾ, തവളക്കണ്ണൻ തുടങ്ങിയ വിത്തുകൾ, ഈ വിത്തുകൾക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ജീനുകളിൽ കൃത്യമായ അറിവുകൾ നിറച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 35 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടുണ്ടെങ്കിൽ നെൽച്ചെടി പൂക്കില്ല, പൂ വരില്ല, പൂ വിടരില്ല. കാരണം ആ 35 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ് ചൂടെങ്കിൽ, പുറത്തെ ചൂടെങ്കിൽ ഇത് മുഴുവൻ പതിരായിട്ട് പോകുമെന്ന് നെല്ലിനറിയാം, നെൽച്ചെടിക്കറിയാം. ആ അറിവ് അതിൻ്റെ ജീനിലുണ്ട്. അപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം അത് നോക്കിയിട്ട് 10 മണിക്കും 11 മണിക്കും ഇടയിലാണ് ഈ പൂ വിടരേണ്ട സമയം. ആ സമയത്ത് ചൂട് 35 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ആയിരിക്കണം. അപ്പം അങ്ങനെ ആണെങ്കിൽ അത് നോക്കിയിട്ട് ഒരാഴ്ചയെങ്കിലും മിനിമം അത് പിടിച്ചു നിൽക്കാൻ കഴിയും. പല നെൽവിത്തുകൾക്കും 11 ദിവസം 10 ദിവസമൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മ കാലാവസ്ഥയ്ക്ക് ചെറിയൊരു മാറ്റം വരും. അപ്പോൾ ചെറിയ തണുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് വിരിയും. ഇങ്ങനെയാണ് സംഗതി. അത് നമ്മുടെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു നെൽച്ചെടികൾക്കും അതിന് ആ ഒരു കഴിവില്ല. ഇതേ കഴിവ് പൂമ്പാറ്റയ്ക്കുണ്ട് കേട്ടോ. പൂമ്പാറ്റ മുട്ട 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണെങ്കിൽ പൂമ്പാറ്റ മുട്ട വരിയില്ല. അത് അവിടെ വെയിറ്റ് ചെയ്യും. 6 മാസം വരെ വെയിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. കൊതുകിനും അങ്ങനെ തന്നെ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് മഴ പെയ്യുന്ന സമയത്ത് അതെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് വിരിഞ്ഞ് നിറയെ പൂമ്പാറ്റകൾ ഒരുമിച്ച് വരും. ഇത് എവിടെ നിന്ന് ഇപ്പോൾ ഇത് ഇത്രയധികം പൂമ്പാറ്റ വന്നു എന്ന് അതിശയപ്പെടും. പക്ഷെ അതിനുള്ള കഴിവുള്ളത് കൊണ്ടാണത്. കാരണം പുറത്തെ ടെമ്പറേച്ചറുമായിട്ട് അതിനെ താതാത്മ്യപ്പെട്ട് അതിനെ കറക്റ്റാക്കി എടുക്കാനുള്ള ഒരു നോളജ് ഈ ജീവജാലങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അത് മനുഷ്യനും പണ്ടൊക്കെ ഉണ്ടായിരിക്കണം പല സംഗതികളും. പക്ഷെ ഇപ്പോൾ അത് ഇല്ലാണ്ട് പോയി. ഹൈബ്രിഡ് വിത്തിന് ഇത്തരത്തിലുള്ള ഒരു സംഗതിയില്ല. നാടൻ വിത്തിന് വേറെ സംഗതി കൂടി ഉണ്ട്. മണ്ണിലെ വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് അതിനെ മാറ്റിയിട്ട് ബാക്കിയെ സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചാണ്, ഈ അമേരിക്കയിൽ സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ ഒരു സംഗതി. അപ്പോൾ അതിനകത്ത് ഇതാണ് നാടൻ വിത്തുകൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്. അതായത് എല്ലാ വിഷങ്ങളെയും സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു ഫിൽട്ടർ അതിനകത്തുണ്ട്. മാത്രമല്ല വൈറ്റമിൻസും മിനറൽസും എത്രയാണോ വേണ്ടത് അരിയിൽ, നെല്ലിലൊക്കെ, എല്ലാത്തിലും എത്രയാണോ വേണ്ടത് അത് അത്രയും തന്നെ എടുക്കാനുള്ള കഴിവ്, അത് വിത്തുകളിൽ സൂക്ഷിക്കാനുള്ള കഴിവ് ഈ നാടൻ വിത്തുകളിലെല്ലാം തന്നെ ഉണ്ട്. അതേസമയം ഹൈബ്രിഡിന് ഈ ഒരു കഴിവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഭാഗത്ത് വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വലിച്ചെടുത്ത് ഇതൊക്കെ വിഷാംശങ്ങൾ മുഴുവൻ ഈ ചെടിയിലും അതിൻ്റെ വിത്തിലുമൊക്കെ വരും. അതുകൊണ്ടായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. 13ാം നൂറ്റാണ്ടിൽ കൃഷിഗീത എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതിനകത്ത് ഒരു 2 വരി, നിഷ്ഠൂരങ്ങളാം ഈ പരദേശ വിത്തുകൾ നിശ്ചയം കുഷ്ഠരോഗാദി രോഗവും വരുത്തിയിടും. ഇത് കൃഷിഗീതയിലുള്ളതാണ്. ആരാണ് ഇതിൻ്റെ എഴുതിയ ആളെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും സത്യമാണ്. കാരണം ഈ ഒരുപക്ഷെ ഭാവിയിൽ ഇങ്ങനെയുള്ള വിത്തുകൾ, ഹൈബ്രിഡ് വിത്തുകൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണോ എഴുതിയെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ മറ്റു പ്രദേശത്തു നിന്ന് കൊണ്ടുവന്ന വിത്തുകൾ, അത് നമ്മുടെ സൂക്ഷ്മ കാലാവസ്ഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വിത്തുകളാണ്. അത് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാൻ പാടില്ല. കാരണം അത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ഏത് സ്ഥലത്താണോ കൊണ്ടുവന്ന് അവിടുത്തെ കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള കഴിവേ ഉള്ളൂ. ഇവിടുത്തെ കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള അതിന് കഴിവില്ല. അങ്ങനെ കൊണ്ടുവന്നാലും ഈ പറഞ്ഞ കുഷ്ഠരോഗാദികൾ അല്ലെങ്കിൽ രോഗങ്ങൾ പലതും വരും എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഇത് വേറൊരു ഭാഗത്തുനിന്ന് ഹൈബ്രിഡ് ആക്കി കൊണ്ടുവന്നാൽ ഒരു രാജ്യത്തെ മൊത്തം ജനങ്ങളെ രോഗിയാക്കാൻ പറ്റുമെന്ന് ആരൊക്കെയോ ചിന്തിക്കുന്നുണ്ടോ എന്നാണ് സംശയം. അടുത്ത NPK നമുക്കറിയാം, ചെടികളിൽ രാസവളങ്ങളായിട്ടുള്ള സംഗതികൾ. NPK, N നൈട്രജൻ, P ഫോസ്ഫറസ്, K പൊട്ടാഷ്യം. ഇതൊക്കെ പ്രത്യേക തോതുകളിലൊക്കെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, രാസികമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടിയൊക്കെ വളരെ ഗംഭീരമായി വളരുകയും അതിനനുസരിച്ച് നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുകയും പഴങ്ങളും അല്ലെങ്കിൽ നെല്ലും ഒക്കെ നിറയെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും എന്നുള്ളത് സ്റ്റഡി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വളരെ ഗംഭീരമായിട്ട് NPK അടിസ്ഥാനത്തിൽ നമ്മുടെ നാടുകളിൽ ഇതൊക്കെ അരങ്ങേറുന്നു. 60കളിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് രാസവളം കൊണ്ടുവരുന്നതും നമ്മുടെ നാടുകളിലൊക്കെ തന്നെ അത് പ്രചരിപ്പിക്കാനായിക്കൊണ്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, അന്ന് ഏലാഫീസാണ്, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കാര്യമായി ശ്രമിക്കുകയും ഒരു രക്ഷയില്ല, പലയിടത്തും അത് പറ്റില്ല, വേണ്ടെന്ന് പറയുമ്പോൾ എല്ലാം തിരസ്കരിച്ചു. അപ്പോൾ അതിനിടയിൽ പല സംഗതികളും നടന്നു. എന്തായാലും 60കളിലാണിത് കേരളത്തിൽ കാര്യമായിട്ട് തന്നെ രാസവളം അത് കൊണ്ടുവരുന്നതും സർക്കാരിൻ്റെ സബ്സിഡി അത് ഇതൊക്കെ എല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ഈ 60കളിലാണ്. 67ലാണ് ഇന്തോസിസ് പ്രോജക്റ്റും വരുന്നത്. ഇത് രണ്ടും തമ്മിൽ എന്തോ ബന്ധമുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. ഇന്തോസിസ് പ്രോജക്റ്റ് പാൽ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് നാടൻ പശുക്കളെ മുഴുവൻ നമ്മുടെ നാട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട്, ഈവൻ ഇതിൻ്റെ സ്പേം പോലും ഉപയോഗിക്കരുത്, നാടൻ കാളകളെ ഉപയോഗിക്കരുത്, നാടൻ കാളകളെ മുഴുവൻ വരിയടയ്ക്കണം, അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് 1967. അത് ഇന്നും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വളരെ മോശമായ സംഗതിയാണ്. ഇന്ത്യൻ കാളകൾക്ക് ബീജസങ്കലനത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. എന്താ കാരണം? പാലുൽപാദനം വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ നാടൻ പശുക്കൾക്ക് ഇതൊക്കെ A2 മിൽക്കാണെന്നൊക്കെ അതിന് വളരെ നല്ല ഔഷധ ഗുണമുണ്ടെന്നൊക്കെ ഇന്ന് പഠനമുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ഈ പഠനം ആൾറെഡി നടത്തിയിട്ടുണ്ടാവാം, പക്ഷെ നമ്മുടെ നാട്ടിൽ ആർക്കും അതിനെക്കുറിച്ച് ധാരണയില്ല. അപ്പം അതുകൊണ്ട് നമ്മളിത് പാല് കുറവല്ലേ, ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? 1960കളിൽ ഈ സ്വിസ് പ്രൊജക്റ്റ് വന്ന സമയത്ത് നാടൻ പശുക്കളെ മുഴുവൻ ഇല്ലാതാക്കുക എന്നുള്ളൊരു കൊടും ക്രൂരതയാണ് നമ്മൾ ചെയ്തത്. നാടൻ കാളകൾക്ക് ബീജസങ്കലനത്തിന് ഉപയോഗിക്കാൻ പാടില്ല നിയമം വരികയും ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ വീട്ടിൽ കാള ഉണ്ടെങ്കിൽ ആ കാളയെ, വരിയുടയ്ക്കാത്ത കാളയാണെങ്കിൽ ആ കാളയുടെ ഉടമസ്ഥനെ പിടിച്ച് ജയിലിലടയ്ക്കാനുള്ള റൂളൊക്കെയാണ് ഇതിനകത്ത്, നിർമ്മാണങ്ങളൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. എത്ര മോശമാണ്! നാളെ ഇത് നമ്മുടെ നാട്ടിലെ മനുഷ്യരൊക്കെ വളരെ മോശമാണ്, അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആണുങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, അവരെയൊക്കെ വരിയടയ്ക്കണം എന്നൊക്കെ ചിലപ്പോൾ വന്നേക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് ജനാധിപത്യമല്ലേ, ജനാധിപത്യത്തിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവും. പലരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല പരിപാടികളും അരങ്ങേറും. നമുക്ക് ആലോചിക്കണം, നമ്മൾ വളരെ നിശിതമായിട്ടുള്ള ഒരു വളരെ മോശമായിട്ടുള്ള സംഗതിയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇന്തോസിസ് പ്രോജക്റ്റ് വരാനുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ത്യൻ പശുക്കളിൽ ഏറ്റവും കൂടുതൽ പാലുൽപാദനമുള്ള ഇന്ത്യൻ പശുക്കൾ പല ബ്രീഡുകളുണ്ട്. ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള നാടൻ പശുക്കളെ കാണാം. ഗീറൊക്കെ 15 ലിറ്ററും 20 ലിറ്ററും പാലൊക്കെ കറക്കുന്ന പലതരത്തിലുള്ള പല ലെവലിലുള്ള പശുക്കളുണ്ട്. എന്തുകൊണ്ടാണ് ആ പശുക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ല പശുക്കളെ സങ്കരവർഗ്ഗങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ? പകരം സ്വിറ്റ്സർലാൻഡിലുള്ള പശുക്കളെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പുതിയ പശു ഗവേഷണം. കാരണം അവർ ഫണ്ട് തരും, ഇവിടെ ഫണ്ടില്ല, പൈസ ഇല്ല എന്നാണ് പറയുന്നത്. അതാണോ ശരിക്കും കാരണം? നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, പശുവിൻ്റെ ചാണകത്തിൽ ഇന്ത്യൻ പശുക്കൾ പുറത്ത് ഒരു ഹമ്പുള്ള പശു, മുഴയുള്ള, പുറത്ത് പൂഞ്ഞ എന്നൊക്കെ പറയുന്ന ആ മുഴയുള്ള പശുക്കളുടെ ഒരു പ്രത്യേക പശു വർഗമാണ്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ എല്ലാ പ്രത്യേകതകളും വിശദീകരിക്കുന്നില്ല, പക്ഷെ ഒരു പ്രത്യേകത പറയാം. അതിൻ്റെ ചാണകത്തിൽ 1 ഗ്രാം ചാണകത്തിൽ 30 ലക്ഷം ബാക്ടീരിയ ഉണ്ട്. 30 ലക്ഷം ബാക്ടീരിയ ഉണ്ട്. അതേസമയം ഇത് നാടൻ അല്ല, നമ്മൾ ഇപ്പോൾ പുതിയ പന്നിപ്പശുവാണ്, അല്ലെങ്കിൽ പുറത്ത് മുഴയില്ലാത്ത അങ്ങനെയുള്ള പശുവാണെന്ന് ഇരിക്കട്ടെ, ആ പശുവിന് ആകെ 3 ലക്ഷമേ ഉള്ളൂ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ. മറ്റേതിന് ഇന്ത്യൻ പശുവാണെങ്കിൽ 10 ഇരട്ടി സൂക്ഷ്മ ജീവികൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് എന്താ ഗുണം, അതുകൊണ്ട് എന്താണ് ദോഷം എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ചാണകം എല്ലാ ബാക്ടീരിയകളെയും
ഉൾക്കൊള്ളുന്നു. മാത്രമല്ല നമ്മൾ ചെടികൾക്ക് ഈ മിനറൽസ് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് ഓരോ ചെടികളും ചെടികളുടെ വേരുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് ആ വേരുകളിൽ വസിക്കുന്ന അല്ലെങ്കിൽ വേരുകളുടെ പരിസരത്ത് നിന്നുകൊണ്ടിരിക്കുന്ന ഈ സൂക്ഷ്മ ജീവികൾ മണ്ണിൽ നിന്നും അല്ലെങ്കിൽ അന്തരീക്ഷത്തു നിന്നൊക്കെ ഈ ആവശ്യമുള്ള മിനറൽസ് എന്താണോ അത് അയോണുകളാക്കിയിട്ട് വേരുകൾക്ക് കൊടുക്കും. വേരുകൾ അത് നേരെ ചെടികളിലേക്ക് കൊടുത്ത് ചെടികളിലേക്ക് കൊണ്ടുപോയി മുകളിൽ പോയി പ്രകാശസംശ്ലേഷണമൊക്കെ നടത്തി അതിനുശേഷം അതിൻ്റെ ഒരു പങ്ക് ഈ സൂക്ഷ്മജീവികൾക്ക് കൊടുക്കും. ഇത് കൊടുക്കൽ വാങ്ങൽ ഒരു ചക്രമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഇവിടെ കേരളത്തിലല്ല ഇന്ത്യയിൽ മൊത്തം രാസവളം എന്ന് പറഞ്ഞ സാധനം ഇട്ട് കഴിഞ്ഞാൽ ആ ഏരിയകളിലുള്ള മണ്ണ് അസിഡിക് ആവുകയും pH ലെവല് വല്ലാണ്ട് താഴുകയും അവിടെ പല മറ്റ് ബാക്ടീരിയകൾ നമുക്ക് ചെടികളുടെ ഇത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അല്ലാത്ത ഒരുപാട് ബാക്ടീരിയകൾ വേറെ വരും. അതൊക്കെ രോഗത്തെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ചെടികളുടെ ആരോഗ്യം നഷ്ടപ്പെടും. മാത്രമല്ല കുറേ വർഷങ്ങൾ ഇതിങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണ് തറഞ്ഞു പോകും. ആ മണ്ണിൽ പല സാധനങ്ങളും ഉണ്ടാവില്ല. പലതരത്തിലുള്ള കളച്ചെടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിക്കും അതിൻ്റെ ഉർവരത നഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ വെട്ടണം, കിളച്ചില്ലെങ്കിൽ അതിൻ്റെ നാച്ചുറലായിട്ടുള്ള കിളയ്ക്കുന്ന ആളുണ്ട്, മണ്ണിര, അതൊന്നും വർക്ക് ചെയ്യില്ല. അപ്പം അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുറച്ച് കാലം സമയം കഴിഞ്ഞാൽ ഈ കാർഷിക വൃത്തി എന്ന് പറഞ്ഞ സംഗതി ലാഭകരമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. നാടൻ പശു അല്ല എന്നുണ്ടെങ്കിൽ, നാടൻ പശു ആണെങ്കിലോ എല്ലാ സൂക്ഷ്മജീവികളും അവിടെ പെരുകി വളരെ കൂടുതലാവുകയും അതുപോലെ തന്നെ മണ്ണിര പോലുള്ള സംഗതികൾ വളരെ ഗംഭീരമാവുകയും എല്ലാത്തരം മണ്ണിൽ ജീവിക്കുന്ന എല്ലാ ജന്തുക്കളും ജീവികളും എല്ലാം വളരെ 10 മടങ്ങ് വരികയും നമ്മളിപ്പോൾ നിലവിലുള്ള എല്ലാ ചപ്പുചവറുകളും എല്ലാം പെട്ടെന്ന് തന്നെ ഹ്യൂമസ് ആക്കി മാറ്റാനായിക്കൊണ്ട് സഹായിക്കുകയൊക്കെ ചെയ്യുന്നൊരു സംവിധാനമാണ്. ഇത് നമ്മൾ തിരിച്ചറിയാം. 1. 2, NPK എന്നുള്ള സംഗതിയുടെ ഒന്നുകൂടി പറയാം. N എന്ന് പറഞ്ഞാൽ നൈട്രജൻ നമ്മൾ സാധാരണഗതിയിൽ ചാണകത്തിൽ വളരെ കുറച്ചുള്ളൂ, യൂറിനിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ കോഴിക്കാഷ്ടത്തിലുണ്ട്, ആട്ടിൻ്റെ മൂത്രം, ജന്തുക്കളുടെ എല്ലാം, മനുഷ്യൻ്റെ അടക്കം മൂത്രം, എല്ലാ മൂത്രങ്ങളിലും ഇത് വളരെ നന്നായിട്ടുണ്ട്. നൈട്രജൻ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളർച്ച കൂടും. പക്ഷെ നമ്മൾ കെമിക്കൽ നൈട്രജനാണ് ഉപയോഗിക്കുന്നത്, യൂറിയാണ് ഉപയോഗിക്കുന്നിരിക്കട്ടെ, സംഭവിക്കുന്നത് വേറൊരു രീതിയിലാണ്. ഇത് കൂടും, സത്യം തന്നെയാണ്, വളർച്ചയൊക്കെ കൂടും. പക്ഷേ ഇതിനകത്തൊരു വലിയ പ്രോബ്ലം വരും. അതായത് മിനറൽസ് എന്ന് പറയുന്ന സാധനം ഇത് അബ്സോർബ് ചെയ്യുന്നത്, അത് മണ്ണിൽ നിന്ന് എടുക്കുന്ന സംഗതി വളരെ 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 കുറയും. അതാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ പ്രോഡക്റ്റിൽ മിനറൽസ് ആവശ്യത്തിനുണ്ടാവില്ല. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും മാൽന്യൂട്രീഷൻ ആവും ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെയുള്ള ആളുകൾ രോഗിയായി കഴിഞ്ഞാൽ പിന്നെ പല തരത്തിലുള്ള ബിസിനസ്സുകളും അവിടെ നടത്താൻ പറ്റും. ഇനി N കഴിഞ്ഞു. പി പറഞ്ഞാൽ ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് നമ്മൾ പലപ്പോഴും രാജസ്ഥാനോ അല്ലെങ്കിൽ മറ്റു പല പ്രദേശങ്ങളിലുള്ള മണ്ണ് നേരെ അങ്ങോട്ട് രാജ്ഫോസ് അല്ലെങ്കിൽ അതുപോലുള്ള ചില മണ്ണുകൾ മഞ്ഞ നിറത്തിലും അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള ചില മണ്ണുകൾ എടുത്തിട്ട് അത് അങ്ങനെ തന്നെ എന്നിട്ട് ഈ രാസവളത്തിലിടുക. NPK അല്ലെങ്കിൽ P പറഞ്ഞ ഫോസ്ഫറസ്. ഇതിനകത്ത് ഈ രാജ്ഫോസിനകത്തോ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഗതികൾക്കകത്ത് ഫോസ്ഫറസ് ഉണ്ട്, സത്യം തന്നെയാണ്. പക്ഷെ അതിനകത്ത് ഫോസ്ഫറസ് മാത്രമാണുള്ളത്. അതിനകത്ത് ആഴ്സനിക് ഉണ്ടോ, ലെഡ് ഉണ്ടോ, അല്ലെങ്കിൽ അതുപോലുള്ള മാരകമായിട്ടുള്ള വിഷാംശങ്ങളുണ്ടോ എന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല. അതുകൂടെ ഉണ്ടാവും. അപ്പോൾ അത് സ്ഥിരമായിട്ട് ഡംപ് ചെയ്ത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അവിടെയുള്ള വിഷങ്ങളുടെ തോത് വളരെ കൂടുതലായിരിക്കും. എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഇത്തരത്തിലുള്ള സംഗതികൾ, ചീര പോലുള്ള സംഗതികൾ പല ചെടികളും നന്നായിട്ട് വലിച്ചെടുത്ത് അതിൻ്റെ ഇലകളിലും തടിയിലും അതുപോലെ ഫ്രൂട്ട്സിലും അതിൻ്റെ വിത്തുകളിലും ഒക്കെ സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ എന്താ ഗുണം? ഈ സാധനങ്ങൾ കഴിക്കുന്ന മനുഷ്യരും ജന്തുക്കളും ഒക്കെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടും. വളരെ നല്ലതല്ലേ? ക്യാൻസർ പിടിപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ്റെ വീടിൻ്റെ അസ്ഥിവാരം കുഴിക്കും, അവൻ്റെ സാമ്പത്തിക നില തകർന്ന് തരിപ്പണാവും. അങ്ങനെ ഒരു വലിയ പ്രദേശത്തെ മൊത്തം ആളുകളെ നശിപ്പിക്കാൻ കഴിഞ്ഞാലോ രാജ്യത്തെ വേണമെങ്കിൽ ഇങ്ങനെ തകർക്കാൻ പറ്റും. ഇനി പൊട്ടാഷ് എന്ന് പറഞ്ഞ സാധനം. പൊട്ടാഷ് എന്ന് പറഞ്ഞ സംഗതി പലപ്പോഴും നമുക്കറിയാം. പൊട്ടാഷ് എന്നുള്ളത് ചാരത്തിനകത്തുണ്ട്. പോട്ട് പറഞ്ഞാൽ പാത്രം അല്ലെങ്കിൽ മണ്ണിൻ്റെ വലിയ ചട്ടിക്ക് പോട്ട് എന്ന് പറയും.
ആഷ് എന്ന് പറഞ്ഞാൽ ചാരം. ഇതിനകത്ത് എല്ലാ മനുഷ്യരും വീടിനകത്ത് ഈ പല സാധനം വിറകുകളൊക്കെ കത്തിച്ചിട്ടുള്ളതിൻ്റെ ബാക്കി വരുന്ന ചാരം എടുത്ത് ഈ പാത്രത്തിനകത്ത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട് പലരും. എന്നിട്ട് ഇത് ഏതെങ്കിലുമൊക്കെ മരങ്ങളുടെ, പ്രത്യേകിച്ച് നമുക്ക് തെങ്ങിൻ്റെ ആണെങ്കിൽ തെങ്ങിൻ്റെ, വാഴയുടെ ഇതൊക്കെ ഇത് ചോട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്താ, ക്ഷാരം കൂടുതലാണ്. പല ചെടികൾക്കും ക്ഷാരം കൂടുതൽ വേണം. എന്താ ക്ഷാരത്തിൻ്റെ പ്രത്യേകത? ഈ ചാരം എന്നുള്ളതിൻ്റെ പ്രത്യേകത, ചാരം ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പൊട്ടാഷ് കൂടുതലാണ്. പൊട്ടാഷ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കായയുടെ വലിപ്പം കൂടും, അല്ലെങ്കിൽ നിറയെ കായ ഉണ്ടാവും. ഇതൊക്കെ സാധ്യതയുള്ള സാധനം, നല്ല അനന്തമായ ഗുണമുള്ള സംഗതി തന്നെയാണ്. പക്ഷെ ഇത് അതിനെ മാറ്റിയിട്ട് കെമിക്കൽ പൊട്ടാഷ് ആണ് ഇടുന്നതെങ്കിലോ, കെമിക്കൽ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഗുണമുണ്ട്. അതിനകത്ത് പല മാറ്റങ്ങളും വരികയും ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സംഗതികൾ കഴിച്ചിട്ടുള്ള ആളുകൾക്ക് രക്തസംബന്ധമായ, ഞരമ്പ് സംബന്ധമായ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് NPKയുടെ ഒരു വിഷയം. അത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇനി പലതും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രാസവളത്തിൽ. 20-20-0-15 എന്താണിത്? ഇറ്റ്സ് എ പെർസെൻറ്റേജ് ഓഫ് ഈ ഇത്തരം സാധനങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളതിൻ്റെ പെർസെൻറ്റേജാണ്. 20-20-0-15 എല്ലാം കൂടി കൂട്ടിയാലോ 20-20-40, 40 + 0 40 തന്നെ, +15 40 15 55. ബാക്കി 45 എവിടെ പോയി? 100ലാണ് ഈ പറഞ്ഞത്. ബാക്കി 100 ഫില്ലേഴ്സ് ആണ്. എന്താണ് ഫില്ലേഴ്സ്? ഇത് ആരും പറഞ്ഞു തരില്ല. മാത്രമല്ല പല രാജ്യങ്ങളിലും ഇത് എത്രയോ കാലം മൂടി വെക്കപ്പെട്ടുള്ള സംഗതിയാണ്. അവസാനം അമേരിക്കയിൽ ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞു വിവരാവകാശം കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് അത് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ആളുകൾക്ക് ഇത് ഉണ്ടാക്കുന്ന ഫാക്ടറിക്കകത്ത് കൃത്യമായി കൊടുക്കുകയും അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തു. ഇത് ഫില്ലേഴ്സ് ആണെന്ന് ആദ്യമായിട്ട് പറയുന്നവരാണ്. എന്താണ് ഫില്ലേഴ്സ്? ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനങ്ങൾ പലപ്പോഴും ഫില്ലേഴ്സ് ആയിട്ട് ഉപയോഗിക്കും. ഈ ഫില്ലേഴ്സ് എന്ത് സംഭവിക്കും? ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മിക്കവാറും വിഷങ്ങളാണ്. പലതരത്തിലുള്ള കാഡ്മിയം പോലുള്ള വിഷങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള പല വിഷങ്ങളും ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ ഉണ്ടാവും. ഇത് അങ്ങനെ തന്നെ നേരെ രാസവളങ്ങളിൽ ഉള്ളിലേക്ക് നേരിട്ട് വരികയാണ്. എന്ത് സംഭവിക്കും? മറ്റത് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കും. ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് പുറത്തെവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അതൊരിക്കലും പുറത്തിടില്ല. ഇവിടെ ആണെങ്കിലോ ഇത് കൃഷി സ്ഥലങ്ങളിൽ ആരും അറിയാതെ അത് രാസവളത്തിൻ്റെ രൂപത്തിൽ കുറേശ്ശെ പൈസ വാങ്ങിച്ചിട്ട്, മറ്റത് ഇത് ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പൈസ ചിലവാണ്. ഇതാകുമ്പോൾ ഒരു പൈസയും ചിലവില്ല. ഇത് കംപ്ലീറ്റ് രാസവള കമ്പനിക്ക് കൈമാറുക. രാസവള കമ്പനി കുറേശ്ശെ ആയിട്ട് ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അതെല്ലാം കൂടി ചേർത്തിട്ട് രാസവളമായിട്ട് എല്ലാ കൃഷിക്കാർക്കും കൊടുക്കും. ഭൂമിയിൽ എവിടെയെല്ലാം കൃഷി ചെയ്യുന്നുണ്ടോ ആ പ്രദേശങ്ങൾ മുഴുവൻ ഇത് പരന്നങ്ങ് പോകും. ഒരാൾക്കും ഒരു സംശയവുമില്ല. നോക്കൂ, എത്ര ഗൂഢമായിട്ടുള്ള ഒരു ചതിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചതിവിൻ്റെ അതിൻ്റെ ഗുണം ആരാണോ ഇത് ചെയ്യുന്നത്, താല്പര്യ കക്ഷികൾക്ക് എന്താണ് ഗുണം? ഇവിടെയുള്ള ആളുകൾ മുഴുവൻ രോഗികളാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി. അതായത് ഇവിടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിൽ നിറയെ വിഷങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഘനലോഹങ്ങളൊക്കെയാണ്. ഇത് കാർഷിക പ്രദേശങ്ങളിൽ ഇട്ട് കഴിയുമ്പോൾ അവിടെയുള്ള പ്രോഡക്റ്റ് ഭക്ഷ്യയോഗ്യമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സംഗതി രോഗം ഉണ്ടാക്കുക, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതാണ് വലിയൊരു സംഗതി. ഇതാണ് ഫുഡ് വെപ്പൺ എന്ന് പറയുന്നത്. ഫുഡ് ഒരു വെപ്പൺ തന്നെയായിട്ട് ഉപയോഗിക്കാൻ പലർക്കും സാധിക്കും. നമുക്ക് അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പം അത് നമ്മൾ ഓരോരുത്തരും നമ്മൾ അറിയാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പിന്നെ വേറൊരു സംഗതി സോപ്പാണ്. സോപ്പിനെ കുറിച്ച് ഞാൻ പറയണമെന്ന് എനിക്കറിയില്ല. കാരണം സോപ്പ് ഇറ്റ്സ് എ വെരി ക്ലവർ പ്രോഡക്റ്റ്. എല്ലാ ദിവസവും 2 നേരം കുളിക്കുന്ന ആളുകളാണ് മലയാളികൾ. അവരൊന്നും പണ്ട് ഒരിക്കലും സോപ്പ് എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ല. സോപ്പ് കായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധനമാണ്. നല്ല പതയ്ക്കും, അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കാലം മുമ്പ്. പക്ഷെ ഇപ്പം അത് 2 നേരവും സോപ്പ്, അതും ഒരു പ്രാവശ്യം തേച്ചാൽ പോരാ, പല പ്രാവശ്യം തേച്ച് എന്തോ സോപ്പ് തേച്ച ശരീരം വെളുക്കുമെന്നോ അങ്ങനെ എന്തൊക്കെ ധാരണ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാം. 11:30 മുതൽ 2:30 വരെയുള്ള ഇടയ്ക്കുള്ള വെയിൽ ഒരിക്കലും കൊള്ളരുത്. ശാസ്ത്രജ്ഞന്മാർ
ഇംഗ്ലണ്ടിലെ രാജ്ഞിക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശമാണ്. ഇത് വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞു. എന്താ കാരണം? അതായത് അന്തരീക്ഷത്തിലുള്ള ഓസോൺ പാളികളിൽ വലിയ വിള്ളൽ വന്നു കഴിഞ്ഞു. അപ്പോൾ പല തരത്തിലുള്ള റേസുകൾ ഈ ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കുകയാണ്. അതിൻ്റെ തീക്ഷ്ണത കൂടുതലാണ്. 11:30-ക്കും 2:30-ക്കും ഇടയിലുള്ള വെയിൽ കൊണ്ടാൽ വിത്തുകളൊന്നും മുളയ്ക്കില്ല. അപ്പോൾ നമ്മൾ വിത്തുകൾ പഴയ കാലത്ത് നമ്മൾ കേരളത്തിലൊക്കെയുള്ള സ്ഥിതി എന്ന് വെച്ചാൽ വിത്തുകൾ വെയിലും കൊള്ളണം, അതുപോലെ തന്നെ അതായത് ചന്ദ്രൻ്റെ നിലാവും കൊള്ളണം. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ മുറ്റത്തൊക്കെ അങ്ങനെ നെല്ലിട്ടേക്കും. 7 ദിവസം നെല്ലിടും. അങ്ങനെ ചന്ദ്രനും സൂര്യനും അതിൻ്റെ റേസ് കൃത്യമായിട്ട് കൊണ്ടെങ്കിൽ മാത്രമേ വിത്ത് മുളയ്ക്കുള്ളൂ എന്നാണ് പറയുക. മാത്രമല്ല, നമ്മളത് അന്നത്തെ കാലഘട്ടത്തിൽ മരം കൊണ്ടുണ്ടാക്കിയ പെട്ടികളിലോ അല്ലെങ്കിൽ മരം കൊണ്ടുണ്ടാക്കിയ ഈ സ്റ്റോർ ഹൗസിലൊക്കെയാണ് ഇത് സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ യാതൊരു പ്രശ്നമില്ല, കൃത്യമായിട്ട് മുളയ്ക്കും. ഇപ്പം പറയുന്നു, ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നു, 11:30-ക്കും 2:30-ക്കും ഇടയിലുള്ള വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ചെടികളുടെ വിത്ത് മാത്രമല്ല, നമ്മുടെ വിത്തും മുളയ്ക്കില്ല. വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളെയൊന്നും ഈ സമയത്ത് വെയിൽ ഒരു അരമണിക്കൂറൊക്കെ കൊള്ളാമെന്നല്ലാതെ കൂടുതൽ കൊള്ളിക്കരുത്. കൊണ്ടുകഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. തൊലിയിലെ ഗ്രന്ഥികളും അകത്തെ ഗ്രന്ഥികളും കണക്റ്റഡ് ആണ്. അതാണ് മനസ്സിലാക്കേണ്ട സംഗതി. തൊലിയിൽ പല ഗ്രന്ഥികളുണ്ട്, അതും ശരീരത്തിനകത്തുള്ള മറ്റ് ഗ്രന്ഥികളുമായിട്ട് വളരെ കണക്ഷനുണ്ട്. സോപ്പ് തേച്ചാൽ എന്ത് സംഭവിക്കും? തൊലിയിലെ ഗ്രന്ഥിക്ക് കേടുവരാൻ സാധ്യതയുണ്ട്, പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. വെറും സോപ്പ് തേച്ചാൽ മതി. 2 നേരം പോയിട്ട് 3 നേരമൊക്കെ കുളിക്കുമ്പോൾ സമയത്ത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നിറയെ സോപ്പ് തേക്കുകയാണെങ്കിൽ അതുകൊണ്ട് മാത്രം പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഹൈഡ്രജനേറ്റഡ് ഓയിലുകളാണ് പലപ്പോഴും ഈ സോപ്പ് ഉണ്ടാക്കാനായിക്കൊണ്ട് ഉപയോഗിക്കുക. അത് നമ്മൾ മനസ്സിലാക്കണം. പാം ഓയിലൊക്കെയാണ്, പാം ഓയിൽ ഹൈഡ്രജനേഷൻ കഴിഞ്ഞാൽ ഡാൽഡ എന്നൊക്കെ പേരിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അത്തരം സാധനങ്ങൾ ഒരു കാരണവശാലും മനുഷ്യന് ദഹിക്കില്ല. പോട്ടെ, മനുഷ്യൻ എഡിബിളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പലപ്പോഴും പല പലഹാരങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ സാധനം ഹൈഡ്രജനേറ്റഡ് ഓയിൽ, നിക്കല് ഉണ്ട് അതിനകത്ത്. അത് നമ്മുടെ തൊലിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബാഹ്യ ചർമ്മത്തിൽ നിന്ന് ആന്തരചർമ്മത്തിലേക്ക് കൊഴുപ്പ് എത്തിക്കുന്നത് അവിടെ നിൽക്കും. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. സോപ്പ് എന്ന് പറഞ്ഞ സാധനം അതിന് വലിയ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാം. കേരളത്തിലെ ആളുകൾ സോപ്പ് ഉപയോഗിച്ചിരുന്നില്ല, പകരം തേങ്ങാപ്പിണ്ണാക്ക ഉപയോഗിച്ചുകൊണ്ടിരുന്നു എത്രയോ കാലം. ഞാൻ പല വൈദ്യന്മാരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് വെളിച്ചെണ്ണയുടെ കക്കമാണ് ഏറ്റവും നല്ലത്. കുഞ്ഞുങ്ങൾക്ക് സോപ്പ് തേച്ച് കുളിക്കുന്ന ആ ഒരു സംഗതിക്ക് പകരമായിട്ട് ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങൾക്ക് കക്കം തേച്ച് കുളിപ്പിക്കണം. വെളിച്ചെണ്ണയുടെ കക്കം, മട്ട് ബാലൻസ് വരുന്ന സാധനം, അതിനകത്ത് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് പതപ്പിച്ച് കഴിഞ്ഞാൽ വെളുത്ത് നിറത്ത് നല്ല പത കിട്ടും. അത് മേലെ മുഴുവൻ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇളം ചൂടുള്ള, പ്രത്യേകിച്ച് പുളിയിലയിട്ട് തിളപ്പിച്ച വെള്ളം അതിൻ്റെ ഇളം ചൂടിൽ അത് ഉപയോഗിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കിന്ന് വളരെ മാർദ്ദവമുള്ളതാകും. മാത്രമല്ല സ്കിന്നിന് ചെറിയ തരത്തിലുള്ള ഒരു ഇതുകൂടെ വേണം, അതായത് ആസിഡിറ്റി ചെറുതായിട്ട് കൂടുതൽ വേണം. അപ്പം അതിന് ഈ പുളി രസം കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ സ്കിന്ന് വളരെ മാർദ്ദവമാവും, ത്വക്ക് രോഗങ്ങളൊന്നും തന്നെ വരില്ല. ഇത് എത്രയോ കാലങ്ങളായിട്ട് കേരളീയർ ചെയ്തുകൊണ്ടേയിരുന്നാണ്. പക്ഷേ നമുക്കറിയില്ല. അത് നമുക്കറിയണം. നമ്മൾ പുതിയ ജനറേഷൻ അത് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ സോപ്പിന് വേണ്ടിയിട്ട് വെറുതെ പൈസ ചിലവാക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പല തരത്തിലുള്ള രോഗങ്ങൾ നമ്മളെ പതിയിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ഇതിൽ ഞാൻ 2-3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോയി. പക്ഷെ അത് പൂർണ്ണമായും മുഴുവനായിട്ടും പറഞ്ഞില്ല. ചൈനീസ് സാൾട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. ചൈനക്കാരനാണ് ഈ സാധനം എന്ന് നമ്മൾ വിചാരിക്കും. അതെ, ചൈനയിലും പല രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചൈനയിൽ അത് നിരോധിച്ചതാണ്, അതുകൂടി മനസ്സിലാക്കണം. അവിടെ നിരോധിച്ചു. അതിൻ്റെ പേര് അജിനോമോട്ടോ എന്നാണ് നമുക്ക് പൊതുവെ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം. അതിന് ശരിക്കും ശാസ്ത്രീയമായ പേര് മോണോസോഡിയം ഗ്ലൂക്കോമേറ്റ് എന്നാണ് പറയാം. മോണോസോഡിയം ഗ്ലൂക്കോമേറ്റ്. ഇത് ചെറുകുടലിൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് ഇന്നറിയാം.
പക്ഷെ അന്നൊന്നും അറിയില്ല. കുറച്ച് കാലം മുമ്പ് ചൈനയിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ നോൺ ഫീഡിങ് ചൈനയിൽ കുട്ടികൾക്ക് ഹോട്ടൽ ഈ സാധനങ്ങൾ കുട്ടികൾ പൊതുവെ നോൺ ഫീഡിങ്ങിൽ അന്ന് കൊടുക്കുമായിരുന്നു കുറച്ച് കാലം. അങ്ങനെ കൊടുത്തപ്പോൾ ഒരു ഭാഗത്തുള്ള കുട്ടികൾക്ക് മുഴുവൻ ഈ ചെറുകുടലിൽ ക്യാൻസർ വന്നപ്പോഴാണ് ഈ ഡോക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഇതെന്തുകൊണ്ടാണ് ഈ രോഗം വന്നതെന്ന് അന്വേഷിക്കുകയും അതിന് അവർ വിശദമായിട്ട് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈ സാധനമാണ് അജിനോമോട്ടോ എന്നുള്ള സാധനം. അന്ന് നിരോധിച്ചു. പക്ഷെ അതിൻ്റെ കമ്പനികളെല്ലാം ചോദിച്ചു, ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ കമ്പനി പൂട്ടേണ്ടി വരില്ലേ? വേണ്ട, നിങ്ങൾ പൂട്ടേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഇന്ത്യയിലേക്ക് പോക്കോ. അവിടെ എല്ലാ സാധനങ്ങളും സ്വീകരിക്കാനായിക്കൊണ്ട് തയ്യാറായിട്ടുള്ള ഒരു വലിയ ജനതയുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. കൊണ്ടുപോയിക്കോ, അവിടെ കൊണ്ട് എല്ലാ സാധനങ്ങളും വിറ്റോളൂ. ഇന്നും നമ്മൾ ഒരു ഫംഗ്ഷന് വേണ്ടി ബിരിയാണിയാണ് ഉണ്ടാക്കണ്ടെങ്കിൽ 3 പാക്കറ്റ് അജിനോമോട്ടോ ഈ കുറിപ്പടിയിലുണ്ടാവും. ആ സാധനം ഉണ്ടെങ്കിലേ അവരുണ്ടാക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ രുചി മുകളങ്ങളെ ശരിക്കും ബോംബാർഡ് ചെയ്തിട്ട് വളരെയധികം എന്തോ ഒരു ആസ്വാദനം ഉണ്ടാക്കുന്ന തരത്തിൽ വികലമായ ഒരു സംവിധാനം അതിനകത്തുണ്ട്. അതിനകത്തൊരു രാഷ്ട്രീയമായിട്ടുള്ള ചില സംഗതികളുണ്ട്. ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ മധുരക്കിഴങ്ങിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് സത്യത്തിൽ. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ രുചി മുകുളങ്ങളെ മുഴുവൻ ത്രസിപ്പിക്കും. എന്നിട്ട് എന്തോ ഒരു എന്താ പറയുക, രുചിയുടെ അമിട്ട് പൊട്ടിക്കുക എന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ള ഒരു വലിയ അമിട്ട് പൊട്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ചില ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ കണ്ട് അത് പാക്ക് ചെയ്തൊരു വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് കഴിച്ചു നോക്ക്, ഭാര്യ നിനക്ക് എന്തിനു കൊള്ളാം, നീ എന്തിനു കൊള്ളാം, ഈ ബിരിയാണി ഒന്ന് കഴിച്ചത് ഇതുപോലെയൊന്നും ഉണ്ടാക്കിത്താം. ഇയാൾ കഴിച്ചത് എന്താ സാധനം? അജിനോമോട്ടോ ആണ് കഴിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാവുന്നില്ല ആ വിഡ്ഢി. പകരം അയാൾ ഭാര്യ ചീത്ത പറയാണ്, ഭാര്യയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. സത്യത്തിൽ അതൊന്നും അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം അജിനോമോട്ടോ അത്രയ്ക്കും അപകടകാരിയായ ഒരു സാധനമാണ്. ഇന്ന് അജിനോമോട്ടോയുടെ ഇത് മേഖല എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു സംഭവമാണ്. ഈവൻ ചായയിൽ വരെ അല്പം അജിനോമോട്ടോയുടെ ചില തരികൾ ഇട്ട് കഴിഞ്ഞാൽ ആ ചായ കുടിക്കുന്ന പോലും എന്തോ ഒരു വലിയ ആസ്വാദനമായിട്ട് മാറും. ഇത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വേറൊരു സംഗതിയാണ്, ഏറ്റവും മോശമായ പുഴുവരിക്കുന്ന മൈദയാണെന്നിരിക്കട്ടെ, മൊത്തം ചാക്ക് പൊടിക്ക് മൈദകൾ മുഴുവൻ കേടുവന്നിരിക്കട്ടെ, അതിനെടുത്ത് അജിനോമോട്ടോയും കൂടെ ചേർത്ത് നല്ല ഗംഭീരമായിട്ട് അതിനെ അരച്ച് അതിനെ ക്ലിയറാക്കി അതിനെ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിക്കൊണ്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ബിസ്ക്കറ്റ് വായിലിടേണ്ട താമസം അന്തം വിട്ടു എന്തൊരു രുചി എന്ന് പറയും. അതുകൊണ്ട് തന്നെ ചൈനയിൽ വിമാനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പലരും പറഞ്ഞു ഇന്ത്യൻ ബിസ്ക്കറ്റ് ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുക. ബിസ്ക്കറ്റിനകത്ത് അവരുടെ രാജ്യത്തിലേക്ക് കടത്തില്ല. എയർഡ്രോമിൽ തന്നെ ഒരു പെട്ടിയുണ്ട്, എല്ലാ ബിസ്ക്കറ്റുകളും വാങ്ങിച്ച് അതിനകത്ത് ഇടും. ഒരെണ്ണം പോലും അവരുടെ രാജ്യത്ത് കടത്തില്ല, പട്ടിക്ക് പോലും കൊടുക്കില്ല. അതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെയും ജപ്പാനും പല രാജ്യങ്ങളിലും ഇത് ഇന്ത്യൻ ബിസ്ക്കറ്റുകൾ കടത്താൻ സമ്മതിക്കില്ല. പക്ഷെ ഇന്ത്യക്കാരത് ഒരു പ്രയാസമില്ലാണ്ട് നമ്മൾ കഴിക്കും. അജിനോമോട്ടോ ആലോചിക്കുക, പല തരത്തിലുള്ള സാധനങ്ങൾ ബിസ്ക്കറ്റുകളിലും അതുപോലെ പലതരത്തിലുള്ള ബേക്ക്ഡ് ഫുഡുകളിലൊക്കെ തന്നെ ഈ സാധനം പതിയിരിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ അത്രയും നല്ലത്. ഉപയോഗിച്ചാലും നല്ലത്, കാരണം ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ചെറുകുടലിലെ ക്യാൻസറൊക്കെ വരിക. അപ്പോഴാണ് ആശുപത്രി വ്യവസായം ഡെവലപ്പ് ചെയ്യണ്ടേ. വ്യവസായമല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആശുപത്രി വ്യവസായമാണല്ലോ. അപ്പോൾ അതിലൊരുപാട് പൈസ വിറ്റുവരവ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു സാധനമാണ് അലൂമിനിയം. നമുക്കറിയാം നാച്ചുറോപ്പതിയുടെ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്കും ദയാൽ സാറും ഒക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള സാധനം അലൂമിനിയം വിഷമാണ്, അത് ഹെവി മെറ്റലിൽ പെട്ടതാണ്, ഇത് ഒരിക്കലും അതിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പലപ്പോഴും പറയും. പക്ഷെ ഇപ്പോഴും പല വീടുകളിലും അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വളരെ കഷ്ടമായിട്ടുള്ളൊരു സംഗതിയാണ്. ഞാൻ 1-2 വീടുകളിൽ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം ഒന്ന് പോയി നോക്കിയപ്പോൾ അവിടെ ഇപ്പോഴും ചോറുണ്ടാക്കുന്നത് അലൂമിനിയം പാത്രത്തിലാണ് എന്നുള്ളത് വളരെ മോശമായ ഒരു സംഗതി. അത് ഞാൻ കണ്ടു, നേരിട്ട് അന്തം വിട്ടുപോയി. അപ്പോൾ ഇത് ഏത് കാലഘട്ടത്തിലാണ് ഇവർ ജീവിക്കുന്നത് പോലും അങ്ങനെ പോലും തോന്നിപ്പോയി. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ വീടുകളിലൊക്കെ അവർക്ക് അറിയില്ല ഇത് ഇത്രയും വലിയ അപകടകരമായിട്ട് സാധനമാണെന്ന് അറിയില്ല. ട്യൂമർ ഉണ്ടാക്കുന്ന സാധനമാണെന്ന് അവർക്ക് അറിയില്ല. ക്യാൻസർ വരുത്തുന്ന സാധനം, അപ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാക്കുന്ന സാധനമാണെന്ന് ഇവരറിയില്ല. അത്
നോക്കൂ, ഈ സാധനം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അലൂമിനിയം കമ്പിയാണ് ഉരുക്കിയിട്ട് ഇത് പാത്രങ്ങളിൽ ചേർക്കുന്നെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ലെഡ് ഉണ്ട്. ലെഡ് വളരെ കാര്യമാണ്, അത് വളരെ കൂടുതലായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഇതിനകത്ത് ലെഡിന്റെ അംശം ഇതോടൊപ്പം ഭക്ഷണത്തോടൊപ്പം അകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്ലാസ്റ്റിക് അനീമിയ ഉറപ്പാണ്, ബ്ലഡ് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. മാത്രമല്ല, വെറും ഒരു അലുമിനിയം പാത്രം എടുത്തിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെറുതെ വെക്കുക, നേരത്തോട് നേരം കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞിട്ട് കൈ കൊണ്ടൊന്ന് വടിച്ചു നോക്കുക. അതിനകത്ത് ഒരു എന്താ പറയുക, ഒരു പശ പോലെ അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പുള്ള ഒരു ദ്രാവകം അങ്ങനെ കാണാൻ പറ്റും. അതാണ് അലുമിനിയം ഓക്സൈഡ്. ആ അലുമിനിയം ഓക്സൈഡ് ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദ്യം സംഭവിക്കുന്നത് മലബന്ധമാണ്. മലബന്ധം വന്നു കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും അല്ലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. മിക്കവാറും എല്ലാ രോഗങ്ങളെയും ഉണ്ടാക്കാനായിക്കൊണ്ട് സഹായിക്കാൻ ഈ ഒരൊറ്റ സാധനം മതി, മലബന്ധം. അപ്പോൾ ഇത് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അലൂമിനിയം എന്ന് പറഞ്ഞ സാധനം അപകടമാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇതിൽ പരിപ്പ്, തക്കാളി, പാല് എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് വേവിക്കുകയാണെങ്കിൽ, ചൂടാക്കുകയാണെങ്കിൽ എത്ര നൈട്രേറ്റുകൾ, എത്ര തരത്തിലുള്ള നൈട്രേറ്റുകൾ ഉണ്ടാവും. ഇനി ആ നൈട്രേറ്റുകൾ ശരീരത്തിൽ എവിടെയൊക്കെ പ്രവർത്തിക്കും നമുക്ക് അറിയണം. അതിനെക്കുറിച്ചൊന്നും പഠനം നടത്തിയിട്ടില്ല. ഇത് നിരോധിക്കില്ല, നമ്മൾ വിചാരിക്കുക വേണ്ട നിരോധിക്കുന്നത്. പലരും പറയും ശുദ്ധമായ അലുമിനിയമാണ്. അങ്ങനെ അഡ്വൈസ്മെന്റ് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്താണ് ശുദ്ധമായ അലുമിനിയം? ശുദ്ധമായ വിഷമാണെന്ന് പറഞ്ഞാൽ എന്താ വിഷം? വിഷത്തിന്റെ വീര്യം കുറയും? ഇല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ചിലർ പറയും ഇത് അലുമിനിയം എന്നല്ല, ഇത് ഹിൻഡാലിയമാണ്. ഹിൻഡാലിയം അലുമിനിയത്തിന്റെ ചേട്ടനും തന്നെയല്ലേ? മണലും അലുമിനിയവും കൂടെ ചേർത്ത് ഉരുക്കി ഒഴിച്ച് പാത്രമാക്കുന്നതല്ലേ ഹിൻഡാലിയം? അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത് അല്ലെ? നമ്മൾ ചിന്തിക്കണം. ഈ അലുമിനിയത്തിന്റെ ഈ വിഷാംശങ്ങളൊന്നും ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനായിക്കൊണ്ട് കിഡ്നിക്ക് സാധിക്കില്ല, ലിവറിന് അതിനെ വിഘടിപ്പിച്ച് പീസാക്കാൻ സാധിക്കില്ല. ഇതെല്ലാം ശരീരത്തിന്റെ എവിടെയെങ്കിലും ട്യൂമറായിട്ട് മാറും. ഈ ട്യൂമറിന്റെ മേലെ എന്തെങ്കിലും ഫാറ്റ് കൊണ്ട് പൊതിഞ്ഞ് അവിടെ വയ്ക്കും. ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും ഇത് ഒന്ന് ചകഞ്ഞ് പൊട്ടിക്കാനായിക്കൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, ശീമക്കൊന്നയുടെ തലപ്പ് മുറിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ശിഖരങ്ങൾ പടപടാന്നങ്ങൾ വളരും. അതുപോലെ ഇത് പെട്ടെന്ന് ക്യാൻസറസ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ അതിനുള്ള ഒരു ആംപിയർ നമ്മൾ കാണിക്കണം. മാത്രമല്ല ഈ സാധനം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സ്വാമിജി എപ്പോഴും പറയും, പഴയ കാലത്തെ ആളുകൾ കക്കൂസിൽ പോലും അലുമിനിയം പാത്രം വെച്ചിരുന്നില്ല, അവർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ എന്തില്ല, വിവരം ഒട്ടുമില്ല എന്ന് പറയും. അപ്പോൾ ഇതാണ്, ജനങ്ങളുടെ ആരോഗ്യം നോക്കാൻ ആർക്കും നേരമില്ല. അവർക്ക് നോക്കേണ്ട ആളുകൾക്ക് പലപ്പോഴും തമ്മിത്തല്ലാനും അല്ലെങ്കിൽ ബഹളം വയ്ക്കാനും അതിനൊക്കെ നേരമുള്ളൂ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം നിങ്ങൾ തന്നെ ആയിരിക്കണം. അത് എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ വേണം. ജിജ്ഞാസ എവിടെ നിന്നാണ് ഇതിൻ്റെ അറിവ് കിട്ടുക, അവിടെ പോകണം. അവിടെ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ച് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പഠിച്ചാൽ നമുക്ക് ആരോഗ്യം നിലനിൽക്കും. ഓക്കെ. ഇനി പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്, അത് പറഞ്ഞില്ല ഞാൻ. പ്ലാസ്റ്റിക് പാത്രങ്ങളെ കുറിച്ച് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളുണ്ട്. പാലിന്റെ പാക്കറ്റ് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്, അത് ചൂടാക്കി ഉപയോഗിക്കും. ഈ പ്ലാസ്റ്റിക്കിനകത്ത് 2 തരത്തിലുള്ള വിഷങ്ങളാണ് ഉള്ളത് പ്രധാനമായിട്ട്. കുറേ തരത്തിലുള്ള വിഷങ്ങളുണ്ടെങ്കിൽ 2 പ്രധാനമാണ്. ഒന്ന് താലേറ്റാണ്, മറ്റൊന്ന് ഡയോക്സിനാണ്. രണ്ടും ക്യാൻസർ ഉണ്ടാക്കാൻ സാധിക്കുന്ന 2 സാധനങ്ങളാണ്. അപ്പോൾ ക്യാൻസറിൻ്റെ ഒരു ഗ്രൂപ്പിലേക്ക് 2 കൂടെ വന്നു പ്ലാസ്റ്റിക് എന്നുള്ള നിലയ്ക്ക്. ഈ പ്ലാസ്റ്റിക് ചൂടാക്കിയാലോ ഈ 2 സാധനങ്ങളും പുറത്തു വരും. ഡയോക്സിനും വരും, അതുപോലെ തന്നെ താലേറ്റും വരും. 2 പുറത്ത് വരും. അപ്പോൾ അത് ഭക്ഷണത്തോടൊപ്പം ചേരും. പാലിൻ്റെ പാക്കറ്റാണ് നമ്മൾ ചൂടാക്കുന്നതെങ്കിലോ പാക്കറ്റോടുകൂടി ചൂടാക്കുന്ന പല ഭാഗത്തുനിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെ ഡേഞ്ചറസ് ആണ്. ഇത് 2 പുറത്ത് വരും. ഒരു ചായയല്ലേ, ഒന്നും അറിയില്ല. ഇതൊക്കെ സ്ലോ പോയ്സണാണ്. കുറേശ്ശെ പോയ്സൺ നിറഞ്ഞ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അയ്യോ അയാൾക്ക് ക്യാൻസറാണ്, അയ്യോ അയാൾ വെജിറ്റേറിയൻ ആണല്ലോ. വെജിറ്റേറിയൻ ആണെങ്കിൽ എന്താ, പ്ലാസ്റ്റിക് ഇഷ്ടം പോലെ കഴിച്ചില്ലേ? എങ്ങനെയാണ് കഴിക്കുന്നത്? പല തരത്തിൽ കഴിക്കുന്നില്ലേ? പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലല്ലേ വെള്ളം കുടിക്കുന്നത്?
അതും ചൂടുള്ള വെള്ളം കൊണ്ടുവന്ന് ഓഫീസിലേക്ക് അത് ഇരുന്ന് കുടിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഈ ചൂടുള്ള സമയത്ത് ഇതെല്ലാം ഇളകില്ലേ, അത് കഴിച്ചു കഴിഞ്ഞാൽ അകത്ത് കയറില്ലേ? ചിന്തിക്കണം. നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു വിടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളിൽ ചൂടുള്ള വെള്ളം വീട്ടിൽ അങ്ങനെ തിളപ്പിച്ച് റെഡിയാക്കിയിട്ട് ആറുന്നതിന് മുമ്പ് തന്നെ ഒഴിച്ചാണ് അമ്മമാർ കൊടുത്തു വിടുന്നത്. എന്തൊരു വളരെ മോശമായ സംഗതിയാണ്. കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ പലതരത്തിലുള്ള ക്യാൻസർ വരുത്താനായിക്കൊണ്ട് ഈ ഒരൊറ്റ സാധനം മതി. ചിന്തിക്കണം. നമ്മൾ ബ്രെയിൻ എന്ന സാധനം ചിന്തിക്കാനുള്ള ഒരു സാധനമാണെന്ന് മനസ്സിലാക്കുക. പകരം സ്റ്റീൽ കുപ്പികളിൽ വെള്ളം കൊടുക്കൂ. അത് തണുത്ത വെള്ളം കൊടുക്കൂ, സാധാരണ പച്ചവെള്ളം കൊടുക്കൂ. ചൂടുള്ള വെള്ളം തന്നെ കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കഴിഞ്ഞ ആഴ്ച എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഹിമാലയത്തിലേക്ക് പോയി അവിടെ ആ ബെൽറ്റിൽ മൊത്തം യാത്ര ചെയ്ത് ഒരു 10 ദിവസത്തെ പരിപാടിയാണ്. 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ അതിൻ്റെ ലീഡർ, അദ്ദേഹം എന്നെ വിളിച്ചു, സുഷേട്ടാ, ഇത് ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഗംഭീര യാത്രയായിരുന്നു. നമുക്ക് അടുത്ത സെക്കൻഡ് സാറ്റർഡേ മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഞങ്ങൾക്കെല്ലാം പ്രചോദനം നല്ലോണം കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങളൊരു ചെറിയ അനുഭവം പറയാം. ഞങ്ങൾ അവിടെ പോയ എല്ലാ ആളുകളും അവിടെയുള്ള ഐസ് വാട്ടറാണ് കഴിച്ചത്. അതായത് പുറത്തുനിന്നുള്ള നദികളിൽ നിന്ന് ഒഴുകി വരുന്ന ഐസ്, അത്രയും തണുപ്പുള്ള വെള്ളം അങ്ങനെ എടുത്ത് കുറേശ്ശെ ആയിട്ട് കുടിക്കുകയാണ് ചെയ്തു. അല്ലാതെ ഒരിക്കലും ഒരാളും ചൂടുള്ള വെള്ളം കുടിച്ചില്ല. ഞങ്ങൾ ഇവിടെ എത്തുന്നത് വരെ ഒരാൾക്കും ജലദോഷമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. അല്ലെങ്കിലും ജലത്തിന് ദോഷമല്ലല്ലോ, ജലത്തിന് ഗുണമല്ലേ. ജലഗുണം എന്നല്ലേ പറയേണ്ടത്. ജലദോഷം എന്ന് പറയുന്ന അതുപോലും ജലഗുണമല്ലേ. നിങ്ങളുടെ അനാവശ്യമായ വിഴുപ്പുകളെല്ലാം പുറത്ത് കളയുന്ന ശരീരത്തിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമല്ലേ അത് കണക്കാക്കാതെ ജലദോഷമാണ്, അതുകൊണ്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിനെ പെട്ടെന്ന് തന്നെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് അത് ശരിയായ രീതിയാണോ? ഒന്ന് വേറിട്ട് ചിന്തിക്കേണ്ട സമയമായി. ഓക്കെ. ഇനി വേറൊരു വിഷയം എന്താ വെച്ചാൽ, ഈ പ്ലാസ്റ്റിക് കുപ്പികൾ, ആയുർവേദ മരുന്നുകൾ അത് പ്രിസർവ് ചെയ്യാനായിക്കൊണ്ട് അത് പ്ലാസ്റ്റിക് കുപ്പികളിലാണ് കൊടുക്കുന്നത്. ആയുർവേദത്തിന് എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല. ആയുർവേദം ഇന്ത്യയിലെ, ലോകത്തിലെ പ്രാഥമികമായ ആരോഗ്യ പരിപാലനത്തിന് ഉപയോഗിക്കുന്ന സയൻസ്, അത് സമഗ്രമായ സയൻസ്, ആദ്യത്തെ സയൻസ് ആയുർവേദമാണെന്ന് മനസ്സിലാക്കുക. സമഗ്രമാണ്. എല്ലാ തരത്തിലുള്ള സംഗതി ആയുർവേദത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസ് മനസ്സാണ് രോഗത്തിന് നിദാനം എന്നുള്ളതാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എല്ലാ സംഗതികളും സമഗ്രമായിട്ടുണ്ട്. അപ്പം അതിനെ നശിപ്പിക്കാനായിക്കൊണ്ട് ലളിതമായ മാർഗമാണ് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളിൽ അതിൻ്റെ മരുന്നുകൾ മുഴുവൻ പാക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ താലേറ്റ് കിട്ടും. മാത്രമല്ല ഇതിൻ്റെ കൂടെ പ്രിസർവേറ്റീവ്സും കൂടെ കൊടുക്കാൻ പറ്റും. എല്ലാത്തിലും കാണും ആഡഡ് പ്രിസർവേറ്റീവ്സ്. എന്താണ് പ്രിസർവേറ്റീവ്സ്? മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പഴയ കാലത്ത് ചെറിയ കാര്യം പറയാം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത്, എനിക്കിപ്പം 58 വയസ്സ് ആയി. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ ചെറിയ പ്രായങ്ങളിലൊക്കെ കല്യാണങ്ങൾക്കൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെയാണ് ജിലേബിയോ മൈസൂർ പാവോ അതുപോലുള്ള സാധനങ്ങൾ, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുക. ഈ പലഹാരം ഉണ്ടാക്കുക അന്നത്തെ കിട്ടുവച്ചൻ എന്ന് പറയും. ആൾ വിരുദ്ധനാ. അയാൾ തമാശയായിട്ട് ഇങ്ങനെ പറയും, എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും കിട്ടുമോ എന്ന്. എനിക്കെന്ത് കിട്ടാനാ? അയാളുടെ പേര് കിട്ടുമെന്നാണ്. അപ്പോൾ എല്ലാവരും കിട്ടുമോ എന്ന് വിളിക്കുന്ന സമയത്ത് എനിക്കെന്ത് കിട്ടാനാ എന്ന് പറഞ്ഞ അയാൾ ഇങ്ങനെ തമാശയൊക്കെ പറയും. പക്ഷെ ഈ ഇദ്ദേഹം അന്ന് ഉണ്ടാക്കിയ ഈ പലഹാരങ്ങൾ മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് മുഴുവൻ നൂല് പിടിച്ച്, ഫംഗസ് പിടിച്ച് അത് മുഴുവൻ നശിക്കും, കേടുവരും മുഴുവൻ. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കിയ ഉടനെ പറയും ഇത് കല്യാണത്തിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്, നാളെയാണ് കല്യാണം, ഇന്നാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പാക്ക് ചെയ്തിട്ട് പരിസരങ്ങളിലെ എല്ലാ വീടുകളിലും കൊടുക്കണം എന്ന് നിഷ്കർഷയുണ്ട്. മുത്തശ്ശൻ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാൻ പോകും എല്ലാ വീടുകളിലും. അപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല അത്. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് നമുക്ക് മനസ്സിലായി, ബേക്കറികളിലുള്ള ജിലേബിയോ അല്ലെങ്കിൽ അങ്ങനെ സാധനങ്ങളൊന്നും മാസങ്ങൾ അവിടെ ഇരുന്നാലും ഒരു കേടുമില്ല. ഇതെന്താ കേടാവാത്തത്? അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം വരണം, ഇതെന്താ കേടാവാത്തത്? അപ്പോൾ ഒന്നും അതിന് ആരും ഉത്തരം പറഞ്ഞില്ല. കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് പ്രിസർവേറ്റീവ്സ് ആണ് അത് ഉപയോഗിക്കുന്നത്. എന്താണ് പ്രിസർവേറ്റീവ്സ്? പലതരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് നമ്മൾ നാച്ചുറലായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഷുഗർ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സാൾട്ട് ഉപയോഗിക്കുന്നുണ്ട്, നൈട്രേറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, BHA, BHT, TBHQ പറഞ്ഞ പല സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. വിനിഗർ ഉപയോഗിക്കുന്നുണ്ട്, സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്.
പക്ഷെ ഇതൊക്കെ ചെറിയ തോതിലൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരില്ല. പക്ഷെ ഇതൊക്കെ വൻതോതിൽ വലിയ ബിസിനസ് ലെവലിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊക്കെ പ്രശ്നമാണ്. എന്താണ് ഇതിന്റെ പ്രവർത്തനം എന്താണ്? ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയിട്ടുള്ള ജീവികളെ ഒന്നും ഈ ഭക്ഷണത്തിനകത്ത് കയറാൻ വിടില്ല. അതാണ് ഏറ്റവും പ്രധാന സംഗതി. അപ്പൊ കേടുവരില്ല. ഇവരുടെയൊക്കെ പണി എന്താ? ഇതിനെയൊക്കെ ഡീകമ്പോസിങ് നടത്തുക എന്നുള്ളതാണ് ഈ ജീവികളുടെയൊക്കെ പണി. അതിനെ തടസ്സം നിർത്തിയിട്ട് ഇതിനെ കേടുവരാതെ ആക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിന് പലപ്പോഴും ഇത് മാത്രമല്ല ഉപയോഗിക്കുക. സോർബിക് ആസിഡ്, സോഡിയം സോർബേറ്റ് തുടങ്ങിയ സാധനങ്ങൾ, അതുപോലെ ബെൻസോയിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ് തുടങ്ങിയ സാധനങ്ങൾ, അതുപോലെ സൾഫർ ഡയോക്സൈഡ്, സൾഫേറ്റ്, അതിൻ്റെ കുറേ വകഭേദങ്ങളുണ്ട്, നൈട്രേറ്റുകളുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതി വെച്ചാൽ ഇതെല്ലാം തന്നെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. നോക്കൂ, ആൻറ്റിബയോട്ടിക്സ് ഗുളികകൾ അല്ലെ ആൻറ്റിബയോട്ടിക്സ് എന്ന സാധനങ്ങൾ പോൾട്രിക്ക് നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. പോൾട്രി അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടെട്രാസൈക്ലിനാണ് ഉപയോഗിക്കുന്നത് പോൾട്രിയിൽ. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഫിഷിലോ അല്ലെങ്കിൽ പോൾട്രിയിലോ ഇത് വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ മാംസത്തിലും അല്ലെങ്കിൽ മത്സ്യത്തിലൊക്കെ ഉള്ള അത് മനുഷ്യൻ കഴിക്കുന്ന സമയത്ത് മനുഷ്യൻ ശരീരത്തിൽ ആൻറ്റിബയോട്ടിക്സ് വരും. ആൻറ്റിബയോട്ടിക്സിന് ഈക്വൽ ഇതാണ് ടെട്രാസൈക്ലിൻ. എന്താണ് സംഭവിക്കുക അതിന് ശേഷമുള്ള സംഗതി? അത് നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ഗർഭിണിക്ക് ഒരു ഡോക്ടറും ആൻറ്റിബയോട്ടിക്സ് ഗുളിക കൊടുക്കില്ല. എന്തുകൊണ്ട് കൊടുക്കില്ല? ഗർഭസ്ഥ ശിശുവിന് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഉള്ള വൈകല്യം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു നിവൃത്തിയുമില്ലെങ്കിൽ ഈ ഗർഭിണിയുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടം വരികയാണെങ്കിൽ മാത്രമേ ആൻറ്റിബയോട്ടിക്സ് ഗുളിക കൊടുക്കുള്ളൂ. ഇത് എല്ലാ ഡോക്ടർമാരും സമ്മതിച്ചു തരുന്ന സത്യമായ കാര്യം. അപ്പോൾ നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ ഉണ്ട്, ഒരു ഗർഭിണിയുടെ വയറ് കാണാൻ പോകുന്ന ഒരു ചടങ്ങുണ്ട്. വെറുതെ പോവുമോ? ഇല്ല. പണ്ട് കാലത്ത് പോകുന്നത് പലപ്പോഴും പലഹാരങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് അത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പോവുക. അപ്പോൾ ഈ സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പോവുക? ബേക്കറിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും കൂടെ വാങ്ങിക്കും, കൊണ്ടുപോകും അല്ലേ? അങ്ങനെ പോണ സമയത്ത് തീർച്ചയായിട്ടും ആ സാധനങ്ങളിലൊക്കെ തന്നെ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള എല്ലാ പ്രിസർവേറ്റീവ്സും കൂടെ ചേർത്തിട്ടുണ്ടാവില്ലേ? ആ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുള്ള ഈ പലഹാരങ്ങൾ സ്നേഹത്തോടെ ഭർത്താവോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കൊടുക്കില്ലേ? അത് കഴിച്ചിട്ടുള്ള ആ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ആ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങൾ മാനസികമായോ ശാരീരികമായോ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഇത് ആ അമ്മയാണോ ഉത്തരവാദി? അല്ലെങ്കിൽ കഴിപ്പിച്ച ഭർത്താവാണോ ഉത്തരവാദി? അതോ അത് കൊണ്ടു കൊടുത്തിട്ടുള്ള അവരെ സ്നേഹത്തോടെ അവരുടെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളായിരിക്കാം, അവരാണോ ഉത്തരവാദി? അതോ ഇത് ഉണ്ടാക്കിയ ആളാണോ ഉത്തരവാദി? നോക്കൂ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത് സമൂഹത്തിൻ്റെ ഒരു വലിയ വിപത്താണ്. ഇന്ന് എന്തുകൊണ്ട് ഓട്ടിസം കൂടുന്നു? മന്ദബുദ്ധികളായ കുട്ടികൾ എന്തുകൊണ്ട് കൂടുന്നു? വൈകല്യങ്ങളോട് ധാരാളം കുട്ടികൾ ജനിക്കുന്നു. ഇതിനൊക്കെ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടത് ഇവിടെയാണ്, ഫുഡിലാണ്. അല്ലാതെ ദൂരെ ഏതെങ്കിലും ഭാഗത്ത് ഇരുട്ടിൽ തപ്പിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എന്താണ് കാരണമെന്ന് മനസ്സിലാക്കുകയും ഇതിനെക്കുറിച്ചുള്ള നന്നായി പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്, നമ്മുടെ നാട്ടുകളിൽ തന്നെയുണ്ട്, ശാസ്ത്രജ്ഞന്മാർ തന്നെയുണ്ട്. അവരെ കൂട്ടുപിടിച്ച് ഇതെന്താണ് കൃത്യമായ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് അതിനെതിരെ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ട സമയമായില്ലേ? നോക്കൂ, ജപ്പാനിൽ അവർ വളരെ ശ്രദ്ധിക്കുന്ന സംഗതിയുണ്ട്. പഞ്ചസാര എന്ന സാധനം അവർ കഴിക്കില്ല. പഞ്ചസാര പ്രിസർവേറ്റീവ്സ് ഉപയോഗിച്ചുള്ള ഒരു സാധനവും കഴിക്കില്ല. ഈവൻ പ്രിസർവേറ്റീവ്സ് അവർ കഴിക്കില്ല. നോക്കുക, അപ്പം ജപ്പാൻകാർക്ക് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. അവർ പലരും 85 90 വയസ്സായിട്ടും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ഓടി നടക്കുന്ന ആളുകളത്. അവർ പ്രധാനമായിട്ട് ഈ രണ്ട് സാധനങ്ങൾ തൊടില്ല. പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം തൊടില്ല, കാരണം അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. രണ്ടാമത്തെ സാധനം പ്രിസർവേറ്റീവ്സ് ചേർന്നുള്ള ബേക്കറി സാധനങ്ങളൊന്നും തൊടില്ല. അതും അവരുടെ ഒരു പ്രത്യേകതയാണ്. നമുക്കും അങ്ങനെയൊക്കെ ആയാൽ നല്ലതല്ലേ? ചിന്തിക്കേണ്ട സമയമായി. ഇനി ഏറ്റവും വലിയ പ്രശ്നം പാലാണ്. പാലിനെ കുറിച്ച് എങ്ങനെയാ പറയാ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. പാലെപ്പോഴും നമുക്കൊരു എന്താ പറയുക, ഒരു പ്രശ്നമാണ്.
പാലില് പ്രോട്ടീനിൽ കംപ്ലീറ്റ് പ്ലാന്റ് ഫുഡ് അല്ലെ, കോംപ്ലാൻ, അതിന് ഈക്വലൻ്റ് അല്ലേ പാല് എല്ലാ തരത്തിലുള്ള. അതായത് എൻ്റെ സുഹൃത്ത് ഒരു കല്യാണത്തിന് പോയപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം ഞാൻ കഴിക്കില്ല, പാല് കഴിക്കില്ല. സുദർശൻ എന്താ ഈ പറയണത്, പാല് കഴിക്കില്ല എന്ന്? അല്പം കാൽസ്യം ഒക്കെ കിട്ടിക്കൂടെ, എന്താണ് ഈ പറയണത്? അപ്പോൾ ഞാൻ ചോദിച്ചു, ശോഭയെ നീക്ക് നല്ല ബ്രെയിനുള്ള ആൾക്കാരല്ലേ, അന്നത്തെ റാങ്ക് ഹോൾഡറാണ്, അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റാണ് LIC. അപ്പോൾ ജസ്റ്റ് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അറിവുള്ളതല്ലേ, അപ്പോൾ കാൽസ്യം എന്ന സാധനം പാലിലാണ് അടങ്ങിയത്, നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? അല്ല അങ്ങനെയല്ലേ, ഇൻ്റർനെറ്റില്ലേ, നിൻ്റെ ഫോണിലൊന്നും അടിച്ചു നോക്ക്, ഏറ്റവും കൂടുതൽ കാൽസ്യം ഉള്ളത് ഏതിലാണ് നോക്ക്. അപ്പോഴാണ് നോക്കുമ്പോൾ അവർ ഞെട്ടിപ്പോയി. ഇതിനകത്ത് 110 മൈക്രോഗ്രാമേ ഉള്ളൂ 100 ഗ്രാം പാല്. അതേസമയം എള്ളിലാണെങ്കിൽ 1000 ചില്ലാനമാണ്. ചേമ്പിലും ചേനയിലും അതുപോലെ മുരിങ്ങയിലൊക്കെ 800, 1000, 1200 മൈക്രോഗ്രാം ഇതിരിക്കുന്നത്. ഈവൺ നമ്മുടെ ആത്തപ്പഴത്തിൽ അല്ലെങ്കിൽ സീതപ്പഴത്തിൽ 500 മൈക്രോഗ്രാം ഉണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാണ് നമ്മൾ പാലിൻ്റെ പുറകെ ഓടുന്നത്? ഞാൻ ഏകദേശം 77 വർഷം കഴിഞ്ഞു ഈ പാല് പറഞ്ഞ സാധനം നിർത്തിയിട്ട്. ഞാൻ കഴിക്കാറില്ല. കാലങ്ങൾക്ക് ശേഷം മോര് വല്ലപ്പോഴൊക്കെ കഴിക്കുമായിരുന്നു. ഈ 2-3 വർഷം മുമ്പ് ദയാൽ സാറുടെ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു, മോരിൻ്റെ ഒരു പാൽ പ്രോഡക്റ്റിൻ്റെ ആവശ്യമില്ലാന്ന്. അന്ന് ഞാൻ നിർത്തിയതാണ്. ഇപ്പം പാലിൻ്റെ ഒരു പ്രോഡക്റ്റും കഴിക്കുന്നില്ല. പിന്നെ പറഞ്ഞു ഗോതമ്പും വേണ്ടെന്ന് പറയും. എന്നാൽ ശരി, ഗോതമ്പും വേണ്ട. അതാണ് ആരോഗ്യം കിട്ടുന്നത്. നമ്മളുടെ അടുത്ത് ആരാണ് പറഞ്ഞത്? ഇതിനെക്കുറിച്ച് എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളാണോ നമുക്ക് ഉപദേശം തന്നത്? അല്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ അതിൻ്റെ പിന്നാലെ പോണത്? പാല് സത്യത്തിൽ നമ്മുടെ ഭക്ഷണമായിരുന്നു. നമ്മൾ ചിന്തിക്കണം. സായിപ്പിന് അവിടെ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലാണെങ്കിൽ യൂറോപ്പിലാണെങ്കിലും ഒക്കെ 3 മാസം ഐസിലാണ് അവിടെ കിടക്കുന്നത്. ഐസിൽ ഒരു ഭക്ഷണ സാധനങ്ങളും ഉണ്ടാവില്ല. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. ഇവിടെ ചീര, പലതരം പച്ചക്കറികൾ യഥേഷ്ടം നമുക്ക് ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല. അവിടെ അങ്ങനെയല്ല. മഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടാവില്ല. അപ്പം അവർ വിശന്ന് വല്ലാതെ ബുദ്ധിമുട്ടാവാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അവരെന്ത് ചെയ്യും? പശുക്കളെ റെയർ ചെയ്യുക, വൈക്കോലൊക്കെ സൂക്ഷിക്കുക, എന്നിട്ട് പാൽക്കട്ടി, ഇറച്ചി, ഇത് 3 സാധനങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുക. ഇത് അവരുടെ ഒരു രീതിയാണ്. ഇനി എസ്കിമോ എന്നുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഇറച്ചി മാത്രം കഴിച്ചിട്ട് ജീവിക്കും. തിമിംഗലത്തിനെ കൊന്നിട്ട് അതിൻ്റെ കൊഴുപ്പ് മാത്രം തിന്നിട്ട് അത് ജീവിക്കും. അതും പച്ചക്കാണ് കഴിക്കുന്നത്. ഒരിക്കലും അത് അവിടെ തീയൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. നോക്കൂ, അങ്ങനെയുള്ള ആളുകളുടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 37 വയസ്സാകുമ്പോഴത്തേക്കും അവരുടെ ലൈഫ് സ്പാൻ അത്രയേ ഉള്ളൂ. 12-13 വയസ്സാകുമ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞു, അവർ കുട്ടികളൊക്കെ ആയി. 25-28 വയസ്സാകുമ്പോഴത്തേക്കും വാർദ്ധക്യം വന്നു. ഒരു 36 വയസ്സാകുമ്പോഴത്തേക്കും മരിച്ചുപോയി. ഇതാണ് അവരുടെ ഒരു ചക്രം. കാരണം അവരുടെ കാപ്പിലറി ട്യൂബ്സ്, ബ്ലഡിൻ്റെ ട്യൂബ്സ് കംപ്ലീറ്റ് ഈ കൊഴുപ്പ് വന്ന് അടഞ്ഞു പോവുകയാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ. കാരണം അവർ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഇറച്ചിയാണ്, തിമിംഗലത്തിൻ്റെ കൊഴുപ്പാണ്. ചില മീനുകളെയൊക്കെ പച്ചയ്ക്ക് തന്നെ തിന്നും. ഇങ്ങനെ കഴിച്ചിട്ടാണ്. ഈ എസ്കിമോസിൻ്റെ വേറൊരു വിഭാഗമുണ്ട്, ക്രീ എന്നുള്ള വിഭാഗമുണ്ട്. അവരുടെ ശരാശരി ആയുസ് നിലവാരം 32 വയസ്സാണ്. 10 വയസ്സിൽ കല്യാണം കഴിഞ്ഞു, 25 വയസ്സാകുമ്പോഴത്തേക്കും വാർദ്ധക്യം വന്നു, ഉടനെ അങ്ങ് മരിക്കുകയായി. 32 വയസ്സാകുമ്പോഴത്തേക്ക്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നത്. സാധാരണയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പരിസരത്ത് എന്താണോ കിട്ടുന്നത് അതാണ് കഴിക്കുക. എസ്കിമോസ് അവിടെ ആ പരിസരത്ത് അതേ കിട്ടുള്ളൂ, അത് കഴിച്ചു. അതിൽ കുറച്ചൊക്കെ അവർ രക്ഷപ്പെട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു 28 വയസ്സിൽ മരിക്കേണ്ടത് 32 വയസ്സിലോ 36 വയസ്സിലോ ഒക്കെ മരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ അവിടെ അഡാപ്റ്റേഷൻ ഉണ്ട്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയപ്പോൾ നമുക്ക് പ്രോട്ടീനൊന്നും, കംപ്ലീറ്റ് പ്ലാന്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് പാലിന് വളരെ ഗംഭീരമായിട്ട് പൊടിതട്ടി എടുത്തിട്ട് അതിനെന്തോ ദിവ്യമായ ഔഷധമായി കണക്കാക്കിയിട്ട്, പാല് പശുക്കുട്ടിയുടെ സാധനമല്ലേ, പശുക്കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ പശു ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തിനാണ് പശു പാല് ചുരത്തുന്നത്? പശുക്കുട്ടി 2 വയസ്സ് കഴിയുമ്പോഴത്തേക്കും പ്രായപൂർത്തിയാവണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. നോക്കൂ, 2 വയസ്സാകുമ്പോഴത്തേക്കും 2 വർഷം കഴിയുമ്പോഴത്തേക്കും പശുക്കുട്ടി പശു ആവണം, അല്ലെങ്കിൽ പ്രായപൂർത്തിയാവണം. 3 വയസ്സാകുമ്പോഴത്തേക്കും അടുത്ത പ്രസവം നടക്കണം. ഇതാണ് സ്ഥിതി. അതിനു വേണ്ടിയുള്ള വളർച്ചാ ഹോർമോണുകൾ മുഴുവൻ ഇതിനകത്ത് കൊടുക്കുകയാണ്.
ഗംഭീരമായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അത് ഉപയോഗിച്ചിട്ട് പശുക്കുട്ടി 2 വയസ്സാകുമ്പോഴത്തേക്കും പ്രായപൂർത്തി ആവുകയും ചെയ്യും. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നമ്മുടെ മക്കളും ഒക്കെ ഇതുപോലുള്ള സംഗതികൾ പാലൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പാൽക്കട്ടി, തൈര് ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? വളരെ പെട്ടെന്ന് തന്നെ പ്രായപൂർത്തിയാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് മനസ്സിലാക്കണം. ഓക്സിടോക്സിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ സാധനം ഇഞ്ചക്ട് ചെയ്യാറുണ്ട് പശുക്കൾക്ക്. പ്രസവിക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ പാല് ചേർക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ പശു കറക്കുന്ന നിറയെ ആൾക്കാർ ഉണ്ട്. 2-3 വർഷമേ കിട്ടുള്ളൂ, അപ്പോഴത്തേക്കും ആ പശുവിൻ്റെ ആരോഗ്യനില മുഴുവനായിട്ട് നശിച്ചു പോകും. ഓക്സിടോക്സിൻ കൊടുത്ത് പാല് കറക്കുന്ന ആ പാല് നമുക്കും കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും അത് കിട്ടുകയാണെങ്കിൽ അത് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യത ക്യാൻസറാണ്. നോക്കൂ, ധവള വിപ്ലവം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ ഒരുപാടാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രയധികം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാടുകളിൽ. കുര്യനാണ് ധവള വിപ്ലവത്തിൻ്റെ പിതാവ്, നമുക്കറിയാം. അത് മലയാളിയാണെന്നും കോഴിക്കോട്ടുകാരനാണെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷേ കുര്യൻ നമ്മുടെ നാട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചായയും പാലൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന കുര്യൻ ഗുജറാത്തിൽ പോയി. ഗുജറാത്തിൽ ആനന്ദ് പറഞ്ഞ വലിയ ഒരു കോപ്പറേറ്റീവ് പ്രസ്ഥാനം ഉണ്ടാക്കാനായിക്കൊണ്ടുള്ള അതിൻ്റെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ പോയിട്ട് 2 വർഷമോ 1 വർഷമോ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം പാല് പറഞ്ഞ സാധനം അങ്ങനെ കഴിച്ചിരുന്നില്ല. പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ്, പാലിൻ്റെ വലിയ ആളല്ലേ, അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് പാല് കഴിക്കാത്തത്? സിമ്പിളായിട്ടുള്ള ഉത്തരം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് ഇന്നറിയാം, അദ്ദേഹം പാലിനെ കുറിച്ചുള്ള എല്ലാ സംഗതികളും പഠിച്ചു, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും വളരെ വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ സ്വന്തം ശരീരത്തിൽ ദോഷം ഉണ്ടാക്കണ്ടെന്ന് കരുതിയാണ് അദ്ദേഹം അത് വേണ്ടെന്ന് വയ്ക്കുന്നത്. നമുക്കറിയില്ല, അതായിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ചിന്തിക്കുക, പാല് നമുക്ക് വേണ്ടതാണോ? പാലില്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ലേ? ചിന്തിക്കുക. സമയം ഏകദേശം 9:38 ഇനിയും കുറേ സംഗതിയുണ്ട്. മത്സ്യത്തെക്കുറിച്ചും പഞ്ചസാരയെക്കുറിച്ചും അതുപോലെ ഇറച്ചിയെക്കുറിച്ചൊക്കെ നമുക്ക് പറയണമെന്നുണ്ട്. പക്ഷെ നമുക്ക് പിന്നെ ഒരു ദിവസം നോക്കാം. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ പ്രാവശ്യം സംശയം എന്നുള്ള ഒരു വിഷയത്തിൽ നെയ്യ്, വെണ്ണ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊരാൾ ചോദിച്ചിരുന്നു. അതിനൊരു ലളിതമായ മറുപടി ഇന്ന് എൻ്റെ മോളുടെ കൂടെ പഠിച്ചിരുന്ന 2 കുട്ടികളുണ്ടായിരുന്നു. അവർ പരീക്ഷയ്ക്ക് വന്നിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്കറിയോ എന്താണ് ഡിഫറൻസ്? അപ്പോൾ അതിലൊരു കുട്ടി വ്യക്തമായ ഉത്തരം പറഞ്ഞു. എനിക്കപ്പോൾ ഓർമ്മ വന്നു, ഇത് പണ്ട് നമുക്കൊരു ക്ലാസ് കിട്ടിയിരുന്നു, അതിനകത്ത് ഇത് പറഞ്ഞിരുന്നു. നെയ്യ് എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമാണ്. അതിൻ്റെ കൊഴുപ്പിൻ്റെ മൈക്രോൺ എന്ന് പറയുമ്പോൾ 3 മൈക്രോണൊക്കെയാണ് നാടൻ പശുവിൻ്റെ ആണെങ്കിൽ. അത് പന്നിപ്പശുവിൻ്റെ അല്ലെങ്കിൽ ഹൈബ്രിഡ് പശുവിൻ്റെ ആണെങ്കിൽ അത് 6 മൈക്രോൺ വരും. കാപ്പിലറി ട്യൂബ്സിലൊക്കെ പോകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ നാടൻ പശുവിൻ്റെ നെയ്യാണെങ്കിൽ അത് 3 മൈക്രോണാണ്, വളരെ ചെറിയ സ്മോളസ്റ്റാണ്. അപ്പോൾ അത് ഒരു പ്രയാസവും ഉണ്ടാക്കില്ല, ഭംഗിയാണ്. പക്ഷെ അതേസമയം വെണ്ണയുടെ കൊഴുപ്പ് എന്ന് പറഞ്ഞ് കട്ടി കൂടിയതാണ്. അത് കാപ്പിലറി ട്യൂബ്സിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ വെണ്ണ കുറച്ചുകൂടി കട്ടിയുള്ളതാണ്. മാത്രമല്ല ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്നു പോകാനായിക്കൊണ്ട് നെയ്യ്ക്ക് പറ്റും, വെണ്ണയ്ക്ക് പറ്റില്ല. ഇനി എന്താണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ? ശരീരത്തിലെ എല്ലാ സാധനങ്ങളും അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അംശങ്ങളൊക്കെ, ബ്ലഡൊക്കെ ഓരോ സംഗതിയും തലച്ചോറിലേക്ക് പോണ സമയത്ത്, തലച്ചോറ് പോകുന്ന സംഗതിയിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസും പാടില്ല എന്ന് ശരീരത്തിന് നിഷ്കർഷയുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് തൊണ്ടയിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ അവിടെ ഒരു ബാരിയർ വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ബാക്ടീരിയയും കടത്തിവിടില്ല. ഒരു തരത്തിലുള്ള സംഗതികളും ആവശ്യമില്ലാത്തതാണെങ്കിൽ കടത്തിവിടില്ല. തലച്ചോറിൽ പ്രത്യേകിച്ച് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിലേക്കാണ് അത് പോഷണങ്ങൾ കൊടുക്കുക. അതെല്ലാം ഫാറ്റിലാണ്. ഫാറ്റിൽ വലിയുന്ന സാധനങ്ങളൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് കൊടുക്കാനായിക്കൊണ്ട് ഈ സാധനങ്ങൾ, അതായത് നെയ്യാണ് കൊടുക്കുന്നതെങ്കിൽ നെയ്യ് പെട്ടെന്ന് ബ്രെയിനിലേക്ക് എത്തും. പിന്നെയും 2-3 സാധനങ്ങളുണ്ട്. ഒന്ന് നിക്കോട്ടിനാണ്. നിക്കോട്ടിൻ മയക്കുമരുന്നിൽ വിഭാഗത്തിൽപ്പെട്ടുള്ള. നിക്കോട്ടിൻ മാത്രമല്ല, എല്ലാ മയക്കുമരുന്നും, ഓപ്പിയം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മരുന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് എത്തും.
നസീം ചെയ്യുന്നതൊക്കെ അങ്ങനെ ചില സാധനങ്ങൾ മൂക്കുപൊടിയിലൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ട് ഔഷധങ്ങളടക്കം മൂക്കിലൂടെ നന്നായി അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ അത് നേരെ ബ്രെയിനിലേക്ക് എത്തും. അതുപോലെ ചാരായം, അടുത്ത സാധനം ചാരായം അതുപോലെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ പൊട്ടിക്കാൻ സഹായിക്കുന്ന സാധനം. അതുകൊണ്ടാണ് പലപ്പോഴും ഹോമിയോപ്പതി വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറുന്നത്. അതുപോലെ അരിഷ്ടങ്ങൾ, ആസവം എന്ന് പറഞ്ഞാൽ തേനായിരിക്കും അതിൻ്റെ സംഗതി, പക്ഷെ അരിഷ്ടത്തിലൊക്കെ ഇത് തന്നെയാണ്, സ്പിരിറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത്തരം സംഗതികൾ എന്തിനാണ് ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ പൊട്ടിച്ചിട്ട് ബ്രെയിനിലേക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ കാര്യങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നെയ്യ് വെണ്ണ തമ്മിലുള്ള വ്യത്യാസമായി ചോദിച്ച്, അപ്പോൾ കുറച്ച് അതിനേക്കാളും വെണ്ണ എന്ന് പറയുന്ന സാധനങ്ങളും കട്ടി കുറവാണ് നെയ്ക്ക്. അത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ പൊട്ടിച്ച് തലച്ചോറിലേക്ക് എത്തിക്കാനായിക്കൊണ്ട് സഹായിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞതൊന്നും എൻ്റെ സ്വന്തമായിട്ട് സംഗതികളല്ല എന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം ഏതൊക്കെയോ നമ്മുടെ ഗുരുക്കന്മാർ, പ്രത്യേകിച്ച് ദയാൽ സാർ അതുപോലുള്ള പല ആളുകൾ, മഹാന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളാകെ ചെയ്തത് ഇവരുടെ പ്രഭാഷണങ്ങളുടെ ശകലങ്ങളും അവർ അന്ന് പഠിപ്പിച്ചു തന്ന ചില സംഗതികളൊക്കെ നമ്മൾ എഴുതിയെടുത്ത് മനസ്സിൽ സൂക്ഷിച്ച് അത് ചില സംഗതികൾ നമ്മൾ നിങ്ങൾക്ക് കൊടുത്തു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞ സംഗതികളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും ഉണ്ടെങ്കിൽ അതാ ഒന്നും തന്നെ എൻ്റെ ഗുരുക്കന്മാരുടെ അല്ല, അത് എൻ്റെ സ്വന്തമായിരിക്കും. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്കെല്ലാം നല്ല ആരോഗ്യം സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമേ തന്നെ പറയട്ടെ, സാർ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, നമ്മൾക്ക് അറിവുകൾ കിട്ടിയെങ്കിൽ അതിന്റെ ഗുണഭോക്താവാകാൻ സാധിച്ചെങ്കിൽ ഗുരുക്കന്മാർക്ക് നന്ദിയും, അതിൽ ദോഷമല്ല വന്ന തെറ്റുകൾ സംഭവിച്ചാൽ സാറിന് അതിന്റെ ക്ഷമാപണം നടത്തുന്നു. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഇനി അങ്ങനെ ക്ലാസ്സിൽ സാറ് ദയവ് ഇത് പറയില്ല. എന്തെങ്കിലും മിസ്റ്റേക്സ് ദോഷം മറ്റുള്ളവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അവസരം നമുക്കും പറഞ്ഞു തരുന്നവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം. കാരണം എന്ന് വെച്ചാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്തുകൊണ്ട് ആ കിളിപ്പാട്ട് പ്രസ്ഥാനം ഉണ്ടാക്കാൻ കാരണമായി ഇന്നലെ പഠിക്കാനിടയെ 10ാം ക്ലാസ്സിൽ ഒരാളെ പഠിപ്പിച്ചപ്പോഴാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ആശയം മനസ്സിലായത്. അപ്പൊ ഒരിക്കലും ഒരാശയം പകർന്നു കൊടുക്കുമ്പോൾ അതില് തെറ്റുകൾ ഏറ്റെടുക്കരുതെന്ന് രാമാനുജൻ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് സാറിന് വളരെ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ദോഷം സാറിന് ഭവിക്കരുത്. അങ്ങനെ ആർക്കെങ്കിലും ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനിടയാവട്ടെ എന്ന് മാത്രം ഒരാശംസ. സംശയമുള്ളവർക്ക് ഇപ്പൊ സംശയം ചോദിക്കാം. അതിനുശേഷം നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കും. ഒരാള് ടെഫ്ലോൺ അല്ല നോൺ സ്റ്റിക്ക് പാത്രത്തിന്റെ സംശയം ചോദിച്ചിരുന്നു, ഞാൻ കണ്ടു. അത് സംഭവം വേറെ ഒന്നുമില്ല. ആ പാത്രത്തില്, അലുമിനിയം പാത്രത്തില് ടെഫ്ലോൺ കോട്ട് ചെയ്താണ് അത് വരുന്നത്. ഈ ടെഫ്ലോൺ കോട്ടിങ് നമ്മുടെ ശരീരത്തിൽ പോയാൽ അത് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. പിന്നെ സാറ് വളങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ 1945 ആണ് ബോംബിംഗ് നടന്നത് കൂടുതലായിട്ട്. 1945 മെയ് മാസത്തിലാണ് ജപ്പാനില് ഹിരോഷിമയിലൊക്കെ ബോംബിംഗ് നടന്നത്. അപ്പോ മുതലാണ്, അതായത് അമേരിക്കയും മറ്റ് രാഷ്ട്രങ്ങളെല്ലാം ഈ നൈട്രജൻ കൂടുതൽ സ്റ്റോക്ക് ചെയ്തു. ഗവേഷണങ്ങൾ നടന്നത് യുദ്ധകാലത്താണല്ലോ കൂടുതൽ. അപ്പോൾ ഈ നൈട്രജൻ, ബാക്കി വന്ന നൈട്രജൻ ഒരുപാട് വന്നു. അപ്പൊ ഇതെന്ത് ചെയ്യും? അതായത് മെയ് മാസം 8-ാം തീയതി 1945 മെയ് മാസം 8-ാം തീയതി സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചു. അപ്പോ ഈ ഉണ്ടാക്കി വെച്ചിരുന്ന നൈട്രജൻ എല്ലാം എങ്ങനെ ചെലവഴിക്കും എന്നുള്ളൊരു സംശയം വന്നു. അപ്പോഴാണ് ഗവേഷകർ കണ്ടുപിടിച്ചത് ഈ നൈട്രജന് നമുക്ക് ഫാമുകളിൽ, അതായത് കൃഷിസ്ഥലങ്ങളിൽ വളമായിട്ട് ഉപയോഗിക്കാം. അന്ന് മുതലാണ് രാസവളം ഉപയോഗിച്ചു തുടങ്ങി നൈട്രജൻ. പിന്നെ ഫോസ്ഫറസ് എന്ന് വെച്ചാൽ ഈ രാസായുധം ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഫോസ്ഫറസ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്തത്.
അപ്പോൾ ഈ ഫോസ്ഫറസ് കൃഷി സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെയാണ് ആദ്യമായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രാസവളങ്ങൾ മണ്ണിൽ ഉപയോഗിച്ചു തുടങ്ങി. പിന്നെ സാറ് വേറൊരു കാര്യം പറഞ്ഞല്ലോ, ബിസ്ക്കറ്റിന്റെ കാര്യം പറഞ്ഞു. അതില് ബിസ്ക്കറ്റില് അജിനാമോട്ടയും ട്രാൻസ് ഫാറ്റി ഓയിലും കൂടെ ചേരുമ്പോഴാണ് അത് ആ ടേസ്റ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് ആയി വരുന്നത്. അപ്പോൾ അത് മൈദയാണെന്നൊന്നും നമുക്ക് അറിയാനേ പറ്റത്തില്ല. ടേസ്റ്റ് ആയിട്ട് തന്നെ അത് പുറത്തു വരും. അതാണ് കുട്ടികളെല്ലാം നമ്മൾ മേടിച്ചു കൊടുത്ത് അവരെ കൊച്ചിലെ തന്നെ രോഗികളാക്കും. പിന്നെ എൻ്റെ അറിവിലുള്ള ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് ഈ ഒരു ബേക്കറി സ്വന്തമായിട്ട് ബ്രെഡ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു വലിയ കമ്പനിയുള്ള ഒരു പാർട്ടിയുണ്ട്. പുള്ളി പറഞ്ഞത് ഒരു 2.5 രൂപയെങ്കിലും വിലപിടിപ്പുള്ള പിന്നെ ഈ പറയുന്ന പ്രിസർവേറ്റീവ് ഒരു ബ്രെഡിന്റെ അകത്ത്, ഒരു പാക്കറ്റ് ബ്രെഡിന്റെ അത് ചേർക്കുന്നുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ പുള്ളി അതിന് ഒരു കോമ്പറ്റീഷനിലെ മത്സരം വന്നു, ഇങ്ങനെ ടെൻഡർ വന്നപ്പോ പുള്ളി ആ ബ്രെഡിന്റെ വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രിസർവേറ്റീവ് ഒഴിവാക്കി. അപ്പോൾ പുള്ളിക്ക് ഏറ്റവും ലോ കോസ്റ്റിൽ ബ്രെഡ് സപ്ലൈ ചെയ്യാൻ പറ്റി, ആ ടെൻഡർ പിടിക്കാൻ പറ്റിയെന്ന് പുള്ളി പറയുകയുണ്ടായി. അപ്പൊ അതാണ് ആ 2.5 രൂപയോളം വിലയുണ്ടെന്ന് പുള്ളി കണ്ടുപിടിച്ചതിന്റെ, ചേർക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അതിന്റെ ഇൻഡിവിജ്വൽ പ്രൈസ് പുള്ളി കണ്ടുപിടിച്ചത്. അപ്പൊ അത്രയും നമ്മൾ കഴിക്കുന്ന 40 രൂപയുടെ ബ്രെഡിന്റെ അകത്ത് 2.5 രൂപയോളം പ്രിസർവേറ്റീവ് നമ്മൾ അറിയാതെ തന്നെ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നുള്ളത് സാറ് പറഞ്ഞപ്പോൾ ആ സംഭവം ഓർമ്മ വന്നു. ബിസ്ക്കറ്റിന്റെ അകത്ത് ധാരാളം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സാറ് പറഞ്ഞ ജലദോഷം എന്ന് നമ്മൾ പറയുന്ന ഒരു ഫ്രേസിനെ പറ്റി പറഞ്ഞു. ചില വാക്കുകൾ നമ്മൾ അങ്ങ് ഫെമിലിയർ ആയിട്ട് അതിന്റെ ആ വാക്കിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇപ്പൊ ജലം ഒരിക്കലും ദോഷം ചെയ്യുന്ന സാധനമല്ല, ഗുണം ചെയ്യുന്ന സാധനമാണെന്ന് സാറ് പറയുമ്പോഴാണത് കൂടുതൽ ശ്രദ്ധിച്ചത്. അപ്പൊ ജലദോഷം, അതുപോലെ പൊട്ടാഷ്, പോട്ടിൽ വരുന്ന ആഷ് അല്ലെ പോട്ടിൽ സൂക്ഷിക്കുന്ന ആഷ്, ചാരം എത്രയാണ് പൊട്ടാഷ് എന്ന് പറഞ്ഞപ്പോഴും അതും ഒരു പുതിയ അറിവായി. അപ്പൊ എല്ലാം കൊണ്ടും ഇന്നത്തെ സാറിന്റെ ക്ലാസ് വളരെ സ്റ്റഡീഡ് ആയിരുന്നു, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. അതുപോലെ തന്നെ ഈ മരുന്നുകളുടെ കെമിക്കൽ നെയിം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സാറ് പരാമർശിക്കുകയുണ്ടായി. നന്ദി സാർ, വളരെ നന്ദി. താങ്ക് യു. സാറിന് ക്ലാസ്സിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ 1-2 കാര്യങ്ങൾ ഒന്ന് കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്നെന്ന് പറയുന്നത്, സാറേ ഇപ്പോൾ സാർ പറഞ്ഞ രീതിയിൽ പുതിയൊരു സാധനമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒന്നാണ് പാക്കറ്റ് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ചപ്പാത്തി. ഇത് വളരെയധികം അപകടം ചെയ്യുന്നതാണ്. അതിന്റെ വിശദീകരണം സാർ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്ലാസ്റ്റിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് കിണറുകളിൽ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള നെറ്റും അതുപോലെ ഒരു കയറും ഉപയോഗിക്കാറുണ്ട്. ഈ കയറ് അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ നെറ്റ് ചൂടാകുമ്പോൾ വെയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയും പഴക്കം വന്നു കഴിയുകയും ചെയ്യുമ്പോൾ പൊടിഞ്ഞ് കിണറ്റിലേക്ക് ചാടുന്നുണ്ട്. ഇത് നമ്മൾ കോരി വെള്ളത്തിൽ വഴി ഉപയോഗിച്ച് ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഇത് ക്യാൻസറസ് ആവുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ ഒന്ന് കൂട്ടിച്ചേർത്താനുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്, ഇത് പറഞ്ഞ സംഗതി വളരെ കറക്റ്റാണ്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ വണ്ണം കൂടിയ കയറുകളാണ് പലപ്പോഴും കിണറിൽ ഉപയോഗിക്കുന്നത്. അത് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും അത് പൊടിഞ്ഞു നല്ലൊരു ശതമാനം കിണറ്റിനകത്തേക്ക് വീഴും. അത് ഈ പറഞ്ഞ ഡയോക്സിനും അതുപോലെ തന്നെ താലേറ്റുമൊക്കെ അത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ വെള്ളത്തിൽ അതൊക്കെ ഉണ്ടാവും. ആ വെള്ളം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സത്യം തന്നെയാണ്. അതുപോലെ നമ്മൾ പേപ്പർ ഗ്ലാസ് എന്ന് പറയുന്ന ഗ്ലാസ് ആക്ച്വലി പേപ്പറല്ല, അതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഉണ്ട്. അതറിയണമെങ്കിൽ ആ ഗ്ലാസ്സിനെ എടുത്ത് വെള്ളത്തിലിട്ട് പതുക്കെ ഇത് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ലെയർ കൃത്യമായിട്ട് വരും. അത് പ്ലാസ്റ്റിക് തന്നെയാണെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഈ പ്ലാസ്റ്റിക്കിൽ ചൂടുള്ള ചായ എടുത്ത് കഴിക്കുകയാണെങ്കിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ താലേറ്റും അതുപോലുള്ള വിഷങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാരണവശാലും ഇത്തരം സാധനങ്ങൾ നമ്മൾ വീടിനകത്ത് അടുപ്പിക്കരുത്. അലൂമിനിയം ഫോയിൽ സാധനങ്ങൾ, അതിനകത്ത് ഫുഡ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇത് അലൂമിനിയം തന്നെയാണത്, അലൂമിനിയം ഖനലോഹമാണ്. അത് ഒരു പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഈ അലൂമിനിയം ഫോയിൽ മാത്രമല്ല, അലൂമിനിയത്തിൻ്റെ തന്നെ വളരെ വളരെ നൈസായിട്ടുള്ള വേറെയും ചില സംഗതികളും കൂടെ നമ്മൾ പാക്ക്ഡ് ഫുഡിൽ പാക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. അതും ഫുഡ് ഐറ്റംസ് ആണ്, അതും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി പഞ്ചസാരയുടെ വിഭാഗത്തിൽപ്പെട്ടുള്ളത് നമുക്കറിയാം. പഞ്ചസാര ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പഞ്ചസാരയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് 65 ആണ്. ഷുഗറിൻ്റെ
ഗ്ലൂക്കോസ് കൊടുക്കുന്നു വളരെ ഫാസ്റ്റായിട്ട്, നിറയെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ബ്ലഡിലേക്ക് ഒരു കുത്തൊഴുക്കുണ്ടാവും പഞ്ചസാരയുടെ. പക്ഷേ നമുക്ക് ശരിക്കും വേണ്ടത് 30ആണ്, ഗ്ലൈസമിക് ഇൻഡെക്സ് 30ആണ് നമുക്ക് ഐഡിയൽ കണ്ടീഷനിൽ വേണ്ടത്. അതിന് മില്ലറ്റ്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് 30-ൽ താഴെ നമുക്ക് നിലനിർത്താൻ സാധിക്കും, അതാണ് നല്ലത്. പക്ഷേ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന വേറെ ചില സാധനമുണ്ട്, അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് 100ആണ്, പഞ്ചസാരയുടെ അത്ര വിലയുമില്ല. അതിന് പലപ്പോഴും നമ്മൾ ഈ ഫുഡ് സാധനങ്ങളിലൊക്കെ തന്നെ നിറച്ച് കേട്ടില്ല, 0 ഷുഗർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഡെക്സ്ട്രിൻ എന്ന് പറയുന്ന സാധനം, മാൾട്ടോഡെക്സ്ട്രിൻ, വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഇപ്പോൾ പല ഭക്ഷണങ്ങളിലും അതുണ്ട്. അതുപോലെ ഗ്ലൂക്കോസ് സിറപ്പ് എന്ന് പറയുന്ന സാധനം, അതുപോലെ ഹൈ ഫ്രാക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെറുതെ കോൺ സിറപ്പ് മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഹൈ ഫ്രാക്ടോസ് കോൺ സിറപ്പ്, അല്ലെങ്കിൽ ഹൈ മാൾട്ടോസ് കോൺ സിറപ്പ്. എനിവേ ഈ വക സാധനങ്ങളൊക്കെ ഒറ്റ സാധനം തന്നെയാണ്, അല്ലാതെ വേറെ വേറെ ഡിഫറെൻറ്റ് സാധനങ്ങളല്ല. ഇതെല്ലാം ഈ മാൾട്ടോഡെക്സ്ട്രിൻ എന്ന് പറയുന്ന സാധനമാണ്. ഇത് വളരെ അപകടകരമായ ഒരു സാധനമാണ്. ഇത് ഫുഡിൽ ചേർക്കുന്നത് ഏതൊക്കെ ഫുഡിൽ ചേർക്കും? കുട്ടികൾക്കുള്ള ക്യാൻഡീസിന് ചേർക്കും, ജാമിൽ ചേർക്കും, അതുപോലെ സോസിൽ ചേർക്കും, ചോക്ലേറ്റിൽ ചേർക്കും, ജെല്ലിയിൽ ചേർക്കും, ഡ്രൈ ഫ്രൂട്ട്സിൽ ചേർക്കും, പിസ്സ, ബർഗർ ഇതിലൊക്കെ ചേർക്കും, എല്ലാ പാക്ക്ഡ് ഫുഡ്സിലും ചേർക്കും, ബേക്കറി സാധനങ്ങളിൽ ചേർക്കും, അതുപോലെ പാക്ക്ഡ് ചിപ്സ്, സ്പോർട്സ് ഡ്രിങ്ക്സ്, ഇതൊക്കെ ചേർക്കുന്ന സാധനമാണ്. ഇതിൻ്റെ എന്താണ് ഗുണം? ഒന്ന്, ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെയധികം മേലേക്ക് പോകുന്നു, അതാണോ അതിൻ്റെ പ്രശ്നം? അത് മാത്രമല്ല, അസിഡിറ്റി വളരെ കൂടും. പഞ്ചസാര തന്നെ അസിഡിറ്റി വളരെ കൂട്ടുന്നതാണ്, പൊണ്ണത്തടി ഉണ്ടാക്കാൻ സഹായിക്കുന്ന സാധനമാണ്, ഹൃദ്രോഗം ഉണ്ടാക്കും, ഡയബറ്റിക്സ് ഉണ്ടാക്കും, ഫാറ്റി ലിവർ, ഈ നമ്മൾ അസിഡിറ്റി വരുമ്പോൾ തന്നെ ഉണ്ടാകുന്നതാണ് ഫാറ്റി ലിവർ, അപ്പോൾ അത് ഉണ്ടാക്കാൻ സഹായിക്കും. പെട്ടെന്ന് ഓൾഡ് ഏജ്, പെട്ടെന്ന് തന്നെ വയസ്സനാവും. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും, പല്ല് ദ്രവിക്കും, കാവിറ്റീസ് പല്ലിലുണ്ടാവും. അതുപോലെ ക്യാൻസറിന് വളരെ ക്യാൻസറിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം പഞ്ചസാരയാണ്. അതുപോലെ തന്നെ ഈ സാധനം രണ്ടും ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ്. വൃക്ക പ്രശ്നം ഉണ്ടാക്കും, ഡിപ്രഷൻ ഉണ്ടാക്കും, പ്രതിരോധ ശക്തി വളരെ കുറയ്ക്കും. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ് പഞ്ചസാര എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പഞ്ചസാരയെക്കാളും അപകടകരമായിട്ടുള്ള ഈ സാധനം ഈ ആഡഡ് പ്രിസർവേറ്റീവ്സ് പോലെ തന്നെ ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുന്ന സാധനം. മിക്കവാറും എല്ലാ ഫുഡുകളിലും ഈ സാധനം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനകത്ത് പല പേരുകളാണ്, ഞാൻ ഈ പറഞ്ഞ പേരുകളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ. അതിനകത്ത് ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് എടുക്കരുത്, അത് വളരെയധികം അപകടകരമുള്ള സാധനമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് ഈ ട്രെയിനിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ലല്ലേ? അവിടെ കിട്ടുന്ന ഗ്ലാസ് ഫുഡ് കിട്ടുന്നത് അലൂമിനിയം ഫോയിലില്, കുടിക്കാൻ വെള്ളം കിട്ടുന്നത് പേപ്പർ ഗ്ലാസ് എന്ന് പറഞ്ഞ് തരുന്നത് അതാണ്, കുപ്പി എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് ആണ്. യാത്ര ചെയ്യാനേ പറ്റാത്തൊരവസ്ഥയാണല്ലേ. പിന്നെ സാറ് സോപ്പിനെ കുറിച്ച് പറഞ്ഞ്, ആ സോപ്പ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാകുമെന്ന് നമ്മളെ സൂരജ് ഡോക്ടറുടെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അബ്സോർവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു സംഗതിയാണല്ലോ സ്കിന്ന്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് അതും ഒരു കാരണമാണ് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ചന്ദ്ര സാർ. ശരിയാണ്. ചപ്പാത്തിയിലുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് പറയാമോ സാർ? പാക്കഡ് ചപ്പാത്തിയിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, പ്രിസർവേറ്റീവ്സ് സാധാരണ എത്രയാണോ ചേർക്കേണ്ടത് അതിൻ്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആണ് ഈ പാക്കഡ് ചപ്പാത്തിയിൽ ചേർക്കുക. എന്ന് പറഞ്ഞാൽ ഇത് വിഷമാണ്. ഈ പ്രിസർവേറ്റീവ്സ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് വിഷം തന്നെയാണ്. ആ വിഷത്തിൻ്റെ തീവ്രത വളരെ കൂടിയ അളവിലാണ് പാക്കഡ് ചപ്പാത്തീസ്. കാരണം അത് കേടുവരാൻ പാടില്ല. അവർ ചിലപ്പോൾ 5 or 6 ദിവസം അല്ലെങ്കിൽ 10 ദിവസമൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഒരിക്കലും കേട് വരരുത് എന്നുള്ള ധാരണയിൽ പ്രിസർവേറ്റീവ്സ് സാധാരണ എത്രയാണോ ചേർക്കേണ്ടത് സർക്കാർ പറയുന്ന അതിനേക്കാളും 5 ഇരട്ടിയൊക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലിവർ പെട്ടെന്ന് തന്നെ അപകടത്തിലേക്ക് കടക്കും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത്. ഇത് വളരെ ചീപ്പാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത്ര ചീപ്പായിരിക്കില്ല. രോഗം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും
അസുഖം വന്ന് ആശുപത്രി കിടന്നു കഴിഞ്ഞാൽ പൈസ എത്രയാ പോകാന്ന് നമുക്കറിയില്ല. ഇതുകൊണ്ടാണെന്നുള്ള ഇതിന് കാരണം പോലും നമുക്കറിയില്ല. നമ്മൾ അയ്യോ എന്തോ അസുഖം വന്നു, എന്താ കാരണം എന്നറിയില്ല എന്നാ പറയും. സത്യത്തിൽ ഇതാണ് കാരണം, പാക്കഡ് ചപ്പാത്തി കഴിച്ചതാണ് കാരണമെന്ന് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു. ഇതാണ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനം. അപ്പോൾ അതുകൊണ്ട് ആ വക സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ 2 പ്രാവശ്യം അല്ല 4 പ്രാവശ്യം ചിന്തിക്കുക വേണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ.